മൺസൂണിനെ ബാധിക്കുന്ന പസഫിക് സമുദ്രത്തിൽ രൂപപ്പെടുന്ന പ്രതിഭാസം ഏത്? നല്ല ചോദ്യങ്ങളാണ് കേട്ടോ. ഇനി വരുന്ന എല്ലാം അടിപൊളി ചോദ്യങ്ങൾ. 3 ചോദ്യങ്ങളുണ്ട്, സൂപ്പർ ചോദ്യങ്ങളാണ്. ഇതും കൂടെ ചേർത്ത് 3 ചോദ്യങ്ങൾ ഇനിയുള്ളൂ. ആരും പോയേക്കരുത്. അറബിക്കടലിൽ രൂപം കൊള്ളുന്ന മൺസൂൺ കാറ്റുകൾ എത്ര ശാഖകളായി പിരിയുന്നു? 2, 3, 4, 5. ഇവിടെ എല്ലാവരും ചാടി കയറി 2 എന്ന് ഉത്തരം എഴുതാൻ ഒരു ചാൻസ് ഉണ്ട്. കാരണം തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ 2 ശാഖകളായി പിരിയും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹായ് ഗൈസ്, NCERT സീരീസിൻ്റെ പാർട്ട് 3 ആണേ. അപ്പോൾ ഈ ഒരു സീരീസിന് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ തയ്യാറാക്കുന്ന സമയത്ത് +1 ബുക്കിലെ കാലാവസ്ഥ എന്ന് പറയുന്ന പാഠം ഞാൻ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ. അപ്പോൾ അതിൽ വായിച്ചു പോയ വഴിക്ക് ഒരു ഭാഗം എൻ്റെ കണ്ണിൽ പെട്ടു. ഞാൻ മാർക്ക് ചെയ്യുന്ന ഈ പോർഷൻ നിങ്ങൾ ശ്രദ്ധിച്ചോണേ. ഇന്ത്യയുടെ മധ്യഭാഗത്തുകൂടി കിഴക്ക് പടിഞ്ഞാറായി കടന്നു പോകുന്ന ഉത്തരായന രേഖ ഇന്ത്യയെ 2 ഭാഗങ്ങളായി തിരിക്കുന്നു. ഇതിങ്ങനെ വായിച്ചു പോയപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഒരു ചോദ്യം സ്ട്രൈക്ക് ചെയ്ത് വന്നു. ഏതോ ഒരു പരീക്ഷയ്ക്ക് ഇത് ചോദിച്ചതാണല്ലോ എന്നൊരു ഓർമ്മ പെട്ടെന്ന് മനസ്സിലേക്ക് വന്നു. കാരണം ഉത്തരായന രേഖയെ സംബന്ധിച്ച് നിരവധി കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഉത്തരായന രേഖ ഇന്ത്യയുടെ ഏകദേശം മധ്യത്തോടെ കടന്നു പോകുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഇത് 8 സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് പഠിച്ചിട്ടുണ്ട്. ഇത് ഇന്ത്യയെ 2 ഭാഗങ്ങളായി തിരിക്കുന്നു എന്നുള്ളത് മധ്യഭാഗം, ഏകദേശം മധ്യഭാഗമാണ്. അതുകൊണ്ട് അത് വടക്കേ ഇന്ത്യനും തെക്കേ ഇന്ത്യനെയും 2 ഭാഗം എന്ന് പറയുമ്പോൾ മുകളിലോട്ട് വടക്കേ ഇന്ത്യ ആയിരിക്കും, താഴോട്ട് തെക്കേ ഇന്ത്യ ആയിരിക്കും. അങ്ങനെ തരം തിരിക്കുന്നുണ്ടോ എന്നൊരു സംശയം, അല്ലെങ്കിൽ ആ ഒരു പോയിന്റ് അത്ര എനിക്കൊരു ക്ലാരിറ്റി വന്നിട്ടില്ലായിരുന്നു നേരത്തെ. ഈ ഉത്തരായന രേഖയെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ നർമ്മദയെ പറ്റി പറയാറുണ്ട്. നർമ്മദ നദി ഇന്ത്യയെ വടക്കേ ഇന്ത്യയിൽ നിന്നും തെക്കേ ഇന്ത്യയിൽ നിന്നും വേർതിരിക്കുന്നുണ്ട്. ഈ ഉത്തരായന രേഖ മധ്യഭാഗത്തുകൂടിയാണെന്ന് പഠിച്ചിട്ടുണ്ട്. പക്ഷേ വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ എന്ന് വേർതിരിക്കുന്നുണ്ടോ എന്നതിനെ സംബന്ധിച്ചൊരു ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് യൂണിവേഴ്സിറ്റി LGSൻ്റെ ഫസ്റ്റ് ഫേസിലെ ചോദ്യം ഞാൻ കാണുന്നത്. ആ ചോദ്യം എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഇത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോദ്യം എങ്ങനെയായിരുന്നു? വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ എന്നിങ്ങനെ ഇന്ത്യയെ 2ആയി വേർതിരിക്കുന്ന അക്ഷാംശ രേഖ ഏത്? ഇപ്പോൾ വായിച്ചത് എന്തായിരുന്നു? ഇന്ത്യയെ 2 ഭാഗങ്ങളായി തരംതിരിക്കുന്നു എന്നല്ലേ പഠിച്ചത്. ഇന്ത്യയെ 2 ഭാഗങ്ങളായി തരംതിരിക്കുന്നു. ആര്? ഉത്തരായന രേഖ. അത് എങ്ങനെയൊക്കെയാണ് തരംതിരിക്കുന്നത്? മുകളിൽ വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ. അപ്പം നർമ്മദ മാത്രമല്ല, ഓർത്തോണം, ഉത്തരായന രേഖയും ഇന്ത്യനെ വടക്കേ ഇന്ത്യയിൽ നിന്ന് തെക്കേ ഇന്ത്യയിൽ നിന്ന് വേർതിരിക്കുന്നുണ്ട്. +1 ബുക്കിൽ ഇതിൻ്റെ തെളിവുണ്ട്. ഈ ചോദ്യത്തിൻ്റെ തെളിവ് +1 ബുക്കിൽ കിടപ്പുണ്ട്. നമ്മുടെ ആൻസർ ഏതാണ്? ഇന്ത്യയെ വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ എന്നിങ്ങനെ വേർതിരിക്കുന്ന അക്ഷാംശ രേഖ ഏതാണ്? ഉത്തരായന രേഖ. അപ്പോൾ +1 ടെക്സ്റ്റുകൾ വായിക്കുന്നത്, NCERT +1 +2 ബുക്കുകൾ വായിക്കുന്നത് നമുക്കൊരു പൂർണ്ണതയ്ക്ക് വേണ്ടിയാണ്. 10ാം ക്ലാസ് വരെയുള്ള വിവിധ പാഠപുസ്തകങ്ങളിൽ നിന്ന് നമ്മുടെ സിലബസിലുള്ള നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ വായിച്ചതിന് ശേഷം നമുക്കൊരു എക്സ്ട്രാ എഡ്ജ് ലഭിക്കുന്നതിന് വേണ്ടിയാണ് +1ലും +2ലും ബുക്കൊക്കെ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി നല്ല എഫേർട്ട് എൻ്റെ ഭാഗത്തുനിന്ന്, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വരേണ്ടതുണ്ട്, ഇടേണ്ടതുണ്ട്. അത് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ ഈ ക്ലാസ് മുഴുവനായും കാണണം. ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് തരുമ്പോൾ അത് മുഴുവനായും കണ്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര വിഷമമാണ്. നിങ്ങളത് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മളിട്ട ഒരു പരിശ്രമം, നമ്മൾ ചെയ്ത ഒരു പരിശ്രമ ഫലം ഈ കണ്ടിട്ടില്ലാത്തൊരവസ്ഥയിലേക്ക് പോകും. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് കാണണം. അപ്പോൾ ഞാൻ ഉത്തരായന രേഖയെപ്പറ്റി കുറച്ച് കാര്യം കൂടെ ഒന്ന് പറയാം. ഉത്തരായന രേഖ ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ 23.5 ഡിഗ്രി വടക്ക് അക്ഷാംശ രേഖയാണ് ഈ ഉത്തരായന രേഖ. 23.5 ഡിഗ്രി തെക്കാണെങ്കിൽ അതിനെ നമ്മൾ ദക്ഷിണായന രേഖ എന്ന് വിളിക്കും. ഉത്തരായന രേഖ കടന്നു പോകുന്ന രാജ്യങ്ങളൊക്കെ ഒന്ന് മാർക്ക് ചെയ്തേ. ഇതേ കടന്നു പോകുന്നത് ഭൂഖണ്ഡങ്ങൾ. ഒന്ന് നോർത്ത് അമേരിക്കൻ ഭൂഖണ്ഡത്തിലൂടെ പോകുന്നു, കരീബിയൻ ദ്വീപസമൂഹങ്ങളുടെ ഭാഗത്തൂടെ പോകുന്നു, പിന്നെ അറ്റ്ലാന്റിക്കിലേക്ക് വരുന്നു. ആദ്യം പസഫിക്കിൽ നിന്ന് തുടങ്ങിയത്, പിന്നെ അറ്റ്ലാന്റിക്കിലേക്ക് വന്നു, പിന്നെ ആഫ്രിക്കൻ ഭൂഖണ്ഡം, ഈ മഞ്ഞ നിറത്തിൽ ആഫ്രിക്കൻ ഭൂഖണ്ഡം. അതിനുശേഷം നമ്മുടെ മിഡിൽ ഈസ്റ്റിലൂടെ കടന്നു പോകുന്നു. എന്നിട്ട് പിന്നെ ഇന്ത്യയിലൂടെ കടന്നു പോയി ഇന്ത്യക്ക് കിഴക്ക് ചൈനയുടെ ആ ഭാഗത്തൂടെ കടന്നു പോയിട്ട് വീണ്ടും പസഫിക്കിലൂടെ കടന്നു പോകുന്നു. ഇതിങ്ങനെ ഒരു വൃത്തമാണ്. ഒരു ഫുട്ബോൾ എടുത്തിട്ട് അതിൻ്റെ മധ്യഭാഗത്തോടെ ഒരു വൃത്തം വരച്ച് കഴിഞ്ഞാൽ അത് ഭൂമധ്യരേഖ. അവിടെ നിന്ന് 23.5 ഡിഗ്രി ആംഗുലർ ഡിസ്റ്റൻസിൽ നമ്മളൊരു വൃത്തം വരച്ചാൽ അതാണ് ഉത്തരായന രേഖ. മുകളിലാണ് വരയ്ക്കുന്നതെങ്കിൽ ഉത്തരായന രേഖ, 23.5 ഡിഗ്രി ആ ഭൂമധ്യരേഖയ്ക്ക് താഴെയാണ് വരയ്ക്കുന്നതെങ്കിൽ അത് ദക്ഷിണായന രേഖ. സെറ്റാണേ, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ, എവിടെയും പോകരുത്. അപ്പോൾ ഉത്തരായന രേഖ കടന്നു പോകുന്ന ഭൂഖണ്ഡങ്ങളൊന്ന് പെട്ടെന്ന് പറഞ്ഞേ. നോർത്ത് അമേരിക്ക, ആഫ്രിക്ക, ഏഷ്യ. ഏതൊക്കെയാണ്? നോർത്ത് അമേരിക്ക, ആഫ്രിക്ക, ഏഷ്യ. ഓപ്ഷനിൽ യൂറോപ്പോ ഓസ്ട്രേലിയയോ തരും. തെറ്റാണ്. ഉത്തരായന രേഖ കടന്നു പോകാത്ത രാജ്യം എന്ന് പറഞ്ഞുകൊണ്ട്, പോകാത്ത ഭൂഖണ്ഡം എന്ന് പറഞ്ഞുകൊണ്ട് തരും. അപ്പോൾ അതിനകത്ത് വരാത്ത ഏതൊക്കെയാണ്? ഓസ്ട്രേലിയ വരുന്നില്ല, പിന്നെ ആര് വരുന്നില്ല? യൂറോപ്പ് വരുന്നില്ല, അന്റാർട്ടിക്ക വരുന്നില്ല. പകരം ആരൊക്കെ വരുന്നുണ്ട്? നോർത്ത് അമേരിക്ക വരുന്നുണ്ട്, ആഫ്രിക്ക വരുന്നുണ്ട്, ഏഷ്യ വരുന്നുണ്ട്. വരാത്ത ആരൊക്കെയാണ്? യൂറോപ്പ്, ഓസ്ട്രേലിയ, സൗത്ത് അമേരിക്ക, അന്റാർട്ടിക്ക. 4 ഭൂഖണ്ഡങ്ങൾ
ഉത്തരായന രേഖ കടന്നു പോകാത്ത ഭൂഖണ്ഡങ്ങളാണ് എന്നുള്ള കാര്യം ഓർത്തോണം. അപ്പോൾ രാജ്യങ്ങളുടെ കണക്കെടുത്താലോ, ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ നമുക്കറിയാം, 8 സംസ്ഥാനങ്ങൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ 8ആണ്. നോക്കാം, ഗുജറാത്തിലൂടെ പോകുന്നുണ്ട്, 2 രാജസ്ഥാൻ, 3 മധ്യപ്രദേശ്, 4 ഛത്തീസ്ഗഡ്, 5 ജാർഖണ്ഡ്, 6 വെസ്റ്റ് ബംഗാൾ, 7 ത്രിപുര, 8 മിസോറാം. അപ്പോൾ ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, മിസോറാം, ത്രിപുര, 8 സംസ്ഥാനങ്ങളുണ്ട്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു വസ്തുത തന്നെയാണ്. ഭൂഖണ്ഡങ്ങൾ ഞാൻ പ്രത്യേകമായിട്ട് ഞാൻ പറഞ്ഞു തന്നു, 3 ഭൂഖണ്ഡങ്ങൾ ഞാൻ പറഞ്ഞു തന്നു: വടക്കേ അമേരിക്ക, ആഫ്രിക്ക, അതേപോലെ തന്നെ ഏഷ്യ. ഇനി രാജ്യങ്ങൾ കണക്കെടുത്താലോ, ഏകദേശം 16ഓളം രാജ്യങ്ങൾ വരുവേ. ഇത് അൾജീരിയ, നൈജർ, ലിബിയ, ഈജിപ്ത്. ആഫ്രിക്കൻ ഭൂഖണ്ഡങ്ങളിൽ വരുന്ന രാജ്യങ്ങളല്ലേ അൾജീരിയ, നൈജർ, ലിബിയ, ഈജിപ്ത് ഒക്കെ. പിന്നെ ഏഷ്യയിൽ വരുന്നത് മിഡിൽ ഈസ്റ്റിൻ്റെ ഭാഗമായിട്ട് സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഒമാന്. പിന്നെ യു എയിലല്ലാത്ത അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലല്ലാത്ത ഏഷ്യയിലെ മറ്റ് രാജ്യങ്ങൾ: ഇന്ത്യ വരുന്നുണ്ട്, നമ്മുടെ അയൽവക്കത്തുള്ള ബംഗ്ലാദേശ് വരുന്നുണ്ട്, മ്യാൻമർ വരുന്നുണ്ട്, നമ്മുടെ അയൽവക്കത്ത് തന്നെ കേട്ടോ, തൊട്ട കിഴക്ക് വശത്ത് മ്യാൻമർ വരുന്നുണ്ട്, പിന്നെ ചൈന വരുന്നുണ്ട്, തായ്വാൻ വരുന്നുണ്ട്. ഇനി വടക്കേ അമേരിക്കയിൽ മെക്സിക്കോ വരുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞിരുന്നത് കരീബിയൻ ദ്വീപസമൂഹങ്ങളുടെ ഭാഗങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു. കുറച്ച് അതിനകത്ത് വരുന്നതാണ് ഈ ബഹമാസ് ഒക്കെ. വീണ്ടും ആഫ്രിക്കയുടെ ഭാഗമായിട്ട് തന്നെ മൗറീഷാനിയ, അതുപോലെ തന്നെ മാലി തുടങ്ങിയവ വീണ്ടും വരുന്നു. അപ്പോൾ അൾജീരിയ തൊട്ട് മാലി വരെ ഏകദേശം 16 രാജ്യങ്ങളിലൂടെ, പല വ്യത്യസ്ത രാജ്യങ്ങളിലൂടെ ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസർ അല്ലെങ്കിൽ ഉത്തരായന രേഖ കടന്നു പോകുന്നു. ഈ അടുത്തൊരു പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു, ഉത്തരായന രേഖ കടന്നു പോകാത്ത രാജ്യം ഏത്? ഓപ്ഷനിൽ ഓസ്ട്രേലിയ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉത്തരായന രേഖ ഏത് ഭാഗത്താണ്, ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ ഏതൊക്കെ ഭൂഖണ്ഡങ്ങളുടെ ഭാഗത്താണ്, ഏതൊക്കെ രാജ്യങ്ങളിലാണെന്നൊരു ഐഡിയ കിട്ടിയില്ലേ? ഇത് തന്നെയാണ് ഒന്നാമത്തെ ചോദ്യത്തെ സംബന്ധിച്ച് എനിക്ക് തരാനുള്ള അഡീഷണൽ വിവരങ്ങൾ. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന 8 സംസ്ഥാനങ്ങളൊക്കെ നമ്മൾ സ്ഥിരം പഠിക്കുന്നതാണ്. ഉത്തരായന രേഖ 23.5 ഡിഗ്രി നോർത്ത് അക്ഷാംശമാണെന്ന് സ്ഥിരം പഠിക്കുന്നതാണ്. ഭൂഖണ്ഡങ്ങൾ പുതിയ അറിവായിരിക്കാം. ഇനി അതുപോലെ തന്നെ ഇത് വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ ഇന്ത്യനെ വേർതിരിക്കുന്നുണ്ടെന്ന് ഉള്ളത് പുസ്തകത്തിൽ നിന്ന് കിട്ടിയ ഒരു പുതിയ അറിവാണ്. സാധാരണ നർമ്മദയാണ് അങ്ങനെ പഠിക്കുന്നത്. ഏകദേശം മധ്യത്തുകൂടി കടന്നു പോകുന്നു എന്നേ പഠിക്കുന്നുള്ളൂ. വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്ന് വേർതിരിക്കുന്ന ഒരു ക്രൈറ്റീരിയ ഉണ്ടോ എന്നുള്ളത് പാഠപുസ്തകത്തിൽ നിന്ന് കിട്ടിയ കൃത്യം മധ്യഭാഗത്തൂടെ കടന്നുപോയി ഇന്ത്യനെ 2ആയിട്ട് വേർതിരിക്കുന്നു എന്ന് എടുത്തു പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്ന് നമ്മൾ പഠിക്കണം. പിന്നെ കടന്നു പോകുന്ന രാജ്യങ്ങളുടെ ഒരു ലിസ്റ്റ്, ഇന്ത്യക്ക് ഏറ്റവും അടുത്തായി കിടക്കുന്നവർ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയണം: മ്യാൻമർ, ബംഗ്ലാദേശ്, ചൈന. ഏറ്റവും അടുത്തായി കിടക്കുന്നത് മ്യാൻമർ, ബംഗ്ലാദേശ്, ചൈന. എന്താണ് ഇവരുടെ പ്രത്യേകത? ഇവർ ഈ ഉത്തരായന രേഖ കടന്നു പോകുന്ന രാജ്യങ്ങളുടെ കണക്കെടുക്കുമ്പോൾ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായിട്ട് വരുന്ന രാജ്യങ്ങളാണ് ബംഗ്ലാദേശ്, മ്യാൻമർ, അതുപോലെ ചൈന തുടങ്ങിയവ. ഓക്കെ അല്ലേ? ഇനി എന്തൊക്കെയാണ് +1 ബുക്കിനകത്തുനിന്ന് നമുക്ക് പഠിക്കേണ്ടത് എന്നൊരു ലിസ്റ്റും കൂടെ ഞാൻ തന്നിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നിങ്ങൾ +1 ഇന്ത്യൻ ജോഗ്രഫിയെ പറ്റി പഠിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ഈ ഒരു പുസ്തകമാണ് സമഗ്രയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഇന്ത്യ ഭൗതിക പരിസ്ഥിതി +1 എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടെക്സ്റ്റ് നിങ്ങൾക്ക് കിട്ടും. ഇതാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടത്. അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാനിവിടെ വെച്ചിട്ടുണ്ട്, ആർക്കും മാറിപ്പോയിരിക്കാൻ വേണ്ടി. ഈ ടെക്സ്റ്റ് നിങ്ങൾ തുറക്കുമ്പോൾ ഒന്നാമത്തെ പേജിൽ കാണാം തെണ്ടിത് യൂണിറ്റ് 1, 2, 3, 4 എന്ന് പറഞ്ഞുകൊണ്ട് 4 യൂണിറ്റുകൾ കിടക്കുന്ന കാണാം. കണ്ടല്ലോ? അതിലൊന്ന് ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാഠം, ഇന്ത്യയുടെ സ്ഥാനം കണ്ടോ? രണ്ടാമത്തത് യൂണിറ്റ് 2വിനകത്ത് 2 പാഠങ്ങൾ, ഘടനയും ഭൂപ്രകൃതിയും, പിന്നെ നീരൊഴുക്ക് വ്യൂഹം, നദികളെ പറ്റിയാണ്. നീരൊഴുക്ക് വ്യൂഹം എന്ന് വെച്ചാൽ നദികളാണ്. ഭൂപ്രകൃതി അറിയാമല്ലോ, ഉത്തരപർവ്വത മേഖല തൊട്ട് ദ്വീപുകൾ വരെയുള്ള കാര്യങ്ങൾ. മൂന്നാമത്തെ യൂണിറ്റിനകത്ത് കാലാവസ്ഥ, നൈസർഗിക സസ്യജാലം, മണ്ണ്. ഇനി 4ാമത്തെ യൂണിറ്റ് നമുക്ക് പ്രകൃതിക്ഷോഭങ്ങളും പ്രകൃതി ദുരന്തങ്ങളും. ഇത് നമ്മുടെ സിലബസിനകത്ത് ഇങ്ങനൊന്നും കൊടുത്തിട്ടില്ല. പ്രകൃതിക്ഷോഭം, പ്രകൃതി ദുരന്തം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ ജോഗ്രഫിയുടെ സിലബസിലില്ല. ബാക്കി മണ്ണ് വരെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ എത്ര കാര്യങ്ങൾ ഞാൻ പറഞ്ഞു? ഇന്ത്യയുടെ സ്ഥാനം മുതൽ മണ്ണ് വരെയുള്ള ഇത്രയും പാഠങ്ങൾ നമ്മുടെ സിലബസിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. വെരി 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 ഇമ്പോർട്ടൻറ്റ്. അതായത് ഇന്ത്യ ഫിസിക്കൽ ജോഗ്രഫി, ഭൗതിക ഭൂമിശാസ്ത്രം, ഇന്ത്യയുടെ ഭൗതിക ഭൂമിശാസ്ത്രം വളരെ കൃത്യമായിട്ട് ഈ ഒരു 6 പാഠങ്ങളിൽ നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. ഞാനിനി നിങ്ങൾക്ക് ചെയ്തു തന്ന ഉപകാരം അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഓരോ പാഠങ്ങളും എടുത്തിട്ടും അതിലെ പ്രധാന ചോദ്യങ്ങൾ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഒന്നാമത്തെ പാഠം ഇന്ത്യ സ്ഥാനം എടുത്തിട്ട് അതിനകത്ത് ആദ്യത്തെ ലൈൻ തൊട്ട് അവസാനത്തെ ലൈൻ വരെ പറഞ്ഞു പോകാനായിട്ട് അല്ലെങ്കിൽ പഠിപ്പിച്ച് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജോഗ്രഫി മാത്രം തീർക്കാൻ 1 വർഷം വേണം. അത് നടക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് ഓരോ പാഠത്തിലെയും ചോദ്യങ്ങളാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. അത് 10ാം ക്ലാസ് വരെ നിങ്ങൾ പഠിച്ച പുസ്തകങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, അല്ലെങ്കിൽ 10ാം ക്ലാസ് വരെ നിങ്ങൾ പഠിച്ചപ്പോൾ നിങ്ങൾ പഠിക്കാത്ത ചോദ്യങ്ങളാണ്
ഞാനിവിടെ ഉൾപ്പെടുത്താനായിട്ട് മാക്സിമം ശ്രമിക്കുന്നത്. ഈ ഒരു ക്ലാസ്സിൻ്റെ അവസാനത്തേക്കൊക്കെ വരുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന പല വസ്തുതകളും വരും, പല വസ്തുതകളും. അതുകൊണ്ട് ആ ക്ലാസ് നിങ്ങൾ കട്ട് ചെയ്യാതെ മുഴുവൻ കാണണമെന്ന് പറയുന്നത്. അരമണിക്കൂർ മാക്സിമം ആയിരിക്കും എടുക്കുന്നത്. ഇനി അതിൽ കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 40 മിനിറ്റ്, അതിനപ്പുറത്തേക്ക് പോകത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധയോടെ ക്ലാസ്സിലിരിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ 2 പാർട്ടുകളായിട്ട് NCERT 2 പാർട്ടുകൾ ഇപ്പോൾ കംപ്ലീറ്റ് ആയി. ഈ 2 പാർട്ടുകളിലായിട്ട് ഒന്നാമത്തെ യൂണിറ്റിനകത്തുള്ള ഈ ഇന്ത്യ സ്ഥാനം എന്ന പാഠവും ഘടനാ ഭൂപ്രകൃതി എന്ന പാഠവും നീരൊഴുക്ക് വ്യൂഹം എന്ന പാഠവും കംപ്ലീറ്റ് ചെയ്തു. ഈ 3 പാഠങ്ങളിലുള്ള ചോദ്യങ്ങളാണ് NCERT സീരീസിൻ്റെ ആദ്യത്തെ 2 പാർട്ടുകളിലായി ഞാൻ നിങ്ങൾക്ക് എടുത്തു തന്നത്. ഈ 3ാമത്തെ പാർട്ടിൽ ഞാൻ കാലാവസ്ഥ എന്ന പാഠത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് എടുക്കുന്നത്. കുറച്ച് ചോദ്യങ്ങൾ ഈ ഇന്ത്യ സ്ഥാനം എന്ന ഭാഗത്ത് നിന്ന് ഒരു 2 ചോദ്യം എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ നമ്മളിപ്പോൾ പറഞ്ഞു പോകാത്ത ഒരു 2 ചോദ്യം എടുത്തിട്ടുണ്ട്. പിന്നെ മാക്സിമം കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് 5-6 ചോദ്യങ്ങളേ ഉള്ളൂ, ഒത്തിരി ഒന്നുമില്ല. കാരണം ഇത് ഒത്തിരി നീണ്ടു പോകാൻ പറ്റത്തില്ല. കാരണം ഞാൻ എക്സ്പ്ലനേഷനും കൂടെ തന്നാണ് പോകുന്നത്. ചോദ്യങ്ങൾ മാത്രം പറഞ്ഞു പോകുമായിരുന്നെങ്കിൽ കുറേ ചോദ്യങ്ങൾ പഠിപ്പിക്കായിരുന്നു. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചില എക്സ്പ്ലനേഷൻസ്, ഇത് ബേസിക് കാര്യങ്ങൾ ഇവിടെ ഞാൻ പറയുന്നുമില്ല. 10ാം ക്ലാസ് വരെ നിങ്ങൾ പഠിച്ച പുസ്തകങ്ങളിലെ അല്ലെങ്കിൽ 10 വരെയുള്ള പുസ്തകങ്ങൾക്കകത്ത് നമ്മൾ പഠിക്കുന്ന ബേസിക് കാര്യങ്ങളൊക്കെ ഇല്ലേ, അതായത് മൺസൂൺ എന്ന വാക്ക് ഉത്ഭവിച്ചത് ഏത് വാക്കിൽ നിന്നാണ്, മൗസം അത് അറബിക് ഭാഷയിലാണ്, ഇനി മൺസൂൺ കാറ്റുകൾ കണ്ടെത്തിയത് ആരാ, അങ്ങനത്തെയുള്ള ബേസിക് കാര്യങ്ങളൊക്കെ 10ലുണ്ട്. അതൊക്കെ നമുക്ക് അവിടുന്ന് പഠിക്കാം. അവിടെയൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കും. കാരണം ഒരു LGS LDCക്കൊക്കെ അത് നമ്മൾ പഠിച്ചിരിക്കും. പക്ഷേ നമ്മൾ നോക്കാതെ പോകുന്നൊരു പുസ്തകം ഇതാണല്ലോ. ഇവിടെ നിന്നുള്ള 10 വരെയുള്ള പാഠപുസ്തകങ്ങൾക്ക് അകത്തില്ലാത്ത കണ്ടൻറ്റുകളാണ് ഞാൻ തപ്പിയെടുക്കുന്നത്. അപ്പം നന്നായിട്ട് വായിച്ച് കുറേ തവണ വീണ്ടും 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 ആവർത്തിച്ച് വായിച്ചൊക്കെയാണ് ഒരു ചോദ്യം കണ്ണിപ്പെടുന്നത്. അത് നിങ്ങൾക്ക് ഇട്ട് തരുന്നുണ്ട്. ഇനി അടുത്ത വരുന്ന പാർട്ടിൽ നൈസർഗിക സസ്യജാലവും മണ്ണും പിന്നെ കാലാവസ്ഥയുടെ കുറച്ചും കൂടെ എടുക്കാനുണ്ട്. കാലാവസ്ഥ കംപ്ലീറ്റ് ആയിട്ടില്ല. അതും കൂടെ എടുത്തിട്ട് ഞാൻ ഈ ഒരു പുസ്തകം തീർക്കും അടുത്തൊരു പാർട്ടോടുകൂടി. അതായത് NCERT പാർട്ട് 4, ആവർത്തിച്ച് പറയുന്നു, NCERT സീരീസിൻ്റെ പാർട്ട് 4ഓടുകൂടി ഈ ഒരു പുസ്തകം കംപ്ലീറ്റ് ആവും. അതിനുശേഷം ഞാൻ മറ്റൊരു പുസ്തകം എടുക്കും. ഇന്ത്യ ജനങ്ങളും സമ്പദ് വ്യവസ്ഥയും എന്ന് പറയുന്നൊരു ഒരു പുസ്തകം സമഗ്രയ്ക്കകത്തുണ്ട്. ഇങ്ങനൊരു പുസ്തകം സമഗ്രയിലുണ്ട്. ഇത് +1 അല്ല, +2 ആണ്. മറ്റേത് +1 ആയിരുന്നല്ലോ. ഇതിൽ കുറേ പാഠങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് വേണ്ടതൊക്കെ ഞാൻ ടിക്കറ്റ് തരാം. 5ാം പാഠം ഭൂവിഭവങ്ങളും കൃഷിയും. ഇതിനകത്താണ് ഖാരിഫ്, റാബി, സെയ്ദ് തുടങ്ങിയ നമ്മുടെ നെല്ല്, ഗോതമ്പ്, പരുത്തി തുടങ്ങിയ കൃഷികളെ പറ്റിയെല്ലാം പറയുന്നത്. അടുത്തത് ധാതുക്കളും ഊർജ്ജ വിഭവങ്ങളും. ഇതിനകത്താണ് ഇന്ത്യയിലെ ഊർജ്ജ സ്രോതസ്സുകളെ പറ്റി പറയുന്നത്. താപോർജ്ജം, അതുപോലെ തന്നെ ആണവോർജ്ജം, അങ്ങനെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഊർജ്ജ വിഭവങ്ങളൊക്കെ ഇല്ലേ, പ്രത്യേകിച്ച് നമ്മുടെ പെട്രോളിയം ഖനികളെ പറ്റിയൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഇല്ലേ, അതെല്ലാം ഇവിടെയാണ് വരുന്നത്. ഇന്ത്യയിലെ അവൈലബിൾ ആയിട്ടുള്ള ധാതുക്കൾ, മിനറൽസിൻ്റെ ലിസ്റ്റ്, അയണും ഗോൾഡും, അങ്ങനെ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള മിനറൽസിൻ്റെ ലിസ്റ്റും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ പുസ്തകത്തിൽ വരുന്നുണ്ട്. അത് പഠിക്കണം. അടുത്തത് ഉൽപ്പാദന വ്യവസായങ്ങൾ. ഇതിനകത്താണ് കൃഷി അധിഷ്ഠിത വ്യവസായങ്ങളും ധാതു അധിഷ്ഠിത വ്യവസായങ്ങളും വരുന്നത്. അപ്പോൾ എത്ര പാഠങ്ങൾ ഞാനിപ്പോൾ ടിക്കറ്റ് തന്നു? 5ാം പാഠം, 7ാം പാഠം, 8ാം പാഠം. ഇനി വേണ്ടത് ബാക്കി 9ാം പാഠം നമുക്ക് വേണ്ട. പിന്നെ വേണ്ടത് 10ാം പാഠമാണ്, ഗതാഗതവും വാർത്താവിനിമയവും. ഇതിനകത്ത് ഗതാഗതം അല്ലേ, 4 തരം, റോഡ്, റെയിൽ, വ്യോമ, ജല ഗതാഗതം, അത് ഈ ഒരു പാഠത്തിനകത്താണ് കിടക്കുന്നത്. ഇത്രയും പാഠങ്ങളാണ്, ഈ 4 പാഠങ്ങളാണ് ഈ +2 ഈ ഒരു ബുക്കിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ടത്. ഇതോടുകൂടി ഇന്ത്യൻ ജോഗ്രഫി അവസാനിക്കും. ഇത് ഏകദേശം ഒരു 2-3 പാർട്ടായിട്ട് നമ്മൾ തീർക്കും. ഇപ്പം 4 പാർട്ടോടുകൂടി 1ാമത്തെ പുസ്തകം തീരും, +1 പുസ്തകം തീരും. ഒരു 3 പാർട്ട് എടുക്കുമ്പോൾ ഈ ഒരു പുസ്തകം തീരും. ഇതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് വേൾഡ് ജോഗ്രഫിയിൽ ഏത് പുസ്തകം പഠിക്കണമെന്നും ഏതൊക്കെ പാഠങ്ങൾ പഠിക്കണമെന്നും എന്നിട്ട് ഓരോ പാഠങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ റിവിഷൻ രൂപത്തിൽ നിങ്ങളുടെ മുമ്പിലേക്ക് തരികയും ചെയ്യും. എല്ലാം കൂടെ നമുക്ക് പെട്ടെന്നൊക്കെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ അത് വിഷമം. ആദ്യം ഇന്ത്യൻ ജോഗ്രഫി തീരട്ടെ അല്ലേ. അപ്പം അതൊക്കെ തിന്നാലും പനയും തിന്നാമെന്നല്ലേ പറയുന്നത്. ഓരോന്നോരോന്ന് തീർത്ത് നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പോൾ ഇവിടെ 4 പാഠങ്ങൾ ഈ ഒരു പുസ്തകത്തിൽ നിങ്ങൾ പഠിക്കണം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു ക്ലാസ്സിലേക്ക് വന്നവർക്ക് ഒരു ഇൻട്രൊഡക്ഷനാണ് ഞാൻ തന്നത്. ഇത് നമ്മുടെ 2ാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ പോകുന്നു. നോക്കിക്കോ, ഇന്ത്യയുടെ മാനക രേഖാംശം കേട്ടോ, ഇന്ത്യയുടെ മാനകം എന്ന് അടിയണം. ഇന്ത്യയുടെ മാനക രേഖാംശം 82 ഡിഗ്രി 30 മിനിറ്റ് കിഴക്ക് സ്ഥിതി ചെയ്യുന്നു. മാനക രേഖാംശം നിശ്ചയിക്കുന്നതിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന പൊതുവായ ധാരണ എന്താണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ പറയുന്നു 8 ഡിഗ്രി 30ൻ്റെ ഗുണിതങ്ങളായ രേഖാംശങ്ങളെയാണ് 30 മിനിറ്റിൻ്റെ ഗുണിതങ്ങളായ രേഖാംശങ്ങളെയാണ് മാനക രേഖാംശങ്ങളായി പരിഗണിക്കുന്നത്. ഓപ്ഷൻ ബി 7 ഡിഗ്രി 30 മിനിറ്റ് ഗുണിതങ്ങളായ രേഖാംശങ്ങളെയാണ് മാനക രേഖാംശങ്ങളായി പരിഗണിക്കുന്നത്. വീണ്ടും 8 ഡിഗ്രി 30 മിനിറ്റ് ഗുണിതങ്ങളായ, ഇവിടെ 8 എന്നല്ല, ഇത് 9 ഡിഗ്രി എന്നാണ്. 9 ഡിഗ്രി 30 മിനിറ്റ് ഗുണിതങ്ങളായ രേഖാംശങ്ങൾ. ഓപ്ഷൻ ഡി 10 ഡിഗ്രി കേട്ടോ, 9 കഴിഞ്ഞിട്ട് 10 ഡിഗ്രി 30 മിനിറ്റ് ഗുണിതങ്ങളായ രേഖാംശങ്ങളെയാണ് മാനക രേഖാംശങ്ങളായി പരിഗണിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ പറയുന്നു 8 ഡിഗ്രി 30 മിനിറ്റിൻ്റെ ഗുണിതങ്ങൾ,
രണ്ടാമത് പറയുന്നു 7 ഡിഗ്രി 30 മിനിറ്റിൻ്റെ ഗുണിതങ്ങൾ. മൂന്നാമത് സി പറയുന്നു 9 ഡിഗ്രി 30 മിനിറ്റിൻ്റെ ഗുണിതങ്ങൾ. ഡി പറയുന്നു 10 ഡിഗ്രി 30 മിനിറ്റിൻ്റെ ഗുണിതങ്ങൾ. ഏതാണ് മാനക രേഖാംശങ്ങൾ? ഏതിൻ്റെ ഗുണിതങ്ങളെയാണ് മാനക രേഖാംശങ്ങളായി പരിഗണിക്കുന്നത്? ആദ്യമായിട്ട് കേൾക്കുമായിരിക്കും അല്ലേ? ഓപ്ഷൻ ബി. കേട്ടിട്ടില്ലാത്തവർക്ക് പഠിച്ചോണേ. 7 ഡിഗ്രി 30 മിനിറ്റിൻ്റെ ഗുണിതങ്ങളെയാണ് ലോകരാജ്യങ്ങൾ മാനക രേഖാംശങ്ങളായി തിരഞ്ഞെടുക്കുന്നത്. എവിടുന്നാണ് ഈ ഒരു ചോദ്യം കിട്ടിയത്? അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്ത്യയുടെ മാനക രേഖാംശം, നമ്മുടെ ചോദ്യത്തിനകത്ത് പറഞ്ഞ ഇന്ത്യയുടെ മാനക രേഖാംശം ഏതെന്ന് പഠിച്ചുകൊള്ളുക. 82.5 ഡിഗ്രി ഈസ്റ്റ്. ഇതിനെ എങ്ങനെ എഴുതാം? 82 ഡിഗ്രി 30 മിനിറ്റ് എന്ന് എഴുതാം. 82.5 ഡിഗ്രി ഈസ്റ്റിനെ 82 ഡിഗ്രി 30 മിനിറ്റ് എന്ന് എഴുതാം. ഇത് 7 ഡിഗ്രി 30 മിനിറ്റിൻ്റെ ഗുണിതമാണ്. 7 ഡിഗ്രി 30 മിനിറ്റിൻ്റെ അല്ലെങ്കിൽ 7.5യുടെ ഗുണിതമാണ് ഈ പറഞ്ഞ 82.5 എന്നറിയപ്പെടുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇനി ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച്, ഇത് കടന്നു പോകുന്നത് കണ്ടോ? ഈ 82.5 ഡിഗ്രി ഈസ്റ്റ് കടന്നു പോകുന്നത് കണ്ടോ? യെസ്, ഉത്തർപ്രദേശ്. രണ്ടാമതായിട്ട് മധ്യപ്രദേശ്. മൂന്നാമതായി ഛത്തീസ്ഗഡ്. നാലാമതായി ഒഡീഷ. അഞ്ചാമതായി ആന്ധ്രാപ്രദേശ്. ഈ മാനക രേഖാംശം കടന്നു പോകുന്ന പ്രദേശത്തെ സൂചിപ്പിക്കുന്ന സമയമാണ് ഇന്ത്യയുടെ ഔദ്യോഗിക സമയം. അതുകൊണ്ട് ഈ രേഖാംശത്തെ ഇന്ത്യയുടെ സമയം നിർണ്ണയിക്കുന്ന രേഖാംശം എന്നും വിളിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സ്റ്റാൻഡേർഡ് മെറീഡിയൻ അല്ലെങ്കിൽ മാനക രേഖാംശം എന്നൊരു പേര് ഇതിന് വന്നേക്കുന്നത്. പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലെ അലഹബാദ് എന്നറിയപ്പെടുന്ന പ്രദേശത്ത് മിർസാപൂർ എന്ന സ്ഥലത്ത് ഒരു ക്ലോക്ക് ടവർ ബ്രിട്ടീഷുകാർ സ്ഥാപിച്ചിട്ടുണ്ട്. ആ ക്ലോക്ക് ടവറിൽ രേഖപ്പെടുത്തുന്ന സമയമാണ് മുഴുവൻ ഇന്ത്യയുടെയും, അതായത് ഗുജറാത്ത് തൊട്ട് അരുണാചൽ പ്രദേശ് വരെയും കന്യാകുമാരി തൊട്ട് കാശ്മീർ വരെയുമുള്ള നമ്മുടെ ഔദ്യോഗിക സമയം എന്ന് പറയുന്നത് ആ ക്ലോക്ക് ടവറിലുള്ള സമയമാണ്. ഓക്കെ, ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ വന്നതാണ് ആ ക്ലോക്ക് ടവർ. മാനക രേഖാംശം കടന്നു പോകുന്ന ഉത്തർപ്രദേശിലെ അലഹബാദിലുള്ള മിർസാപൂരിലാണ് ആ ക്ലോക്ക് ടവർ സ്ഥാപിച്ചിട്ടുള്ളത്. ഇപ്പോൾ 82.5 ഡിഗ്രി ഈസ്റ്റിനെ 82 ഡിഗ്രി 30 മിനിറ്റ് എന്ന് എഴുതാം. ഇത് കടന്നു പോകുന്നത് 5 സംസ്ഥാനങ്ങളിലൂടെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉത്തർപ്രദേശിലെ മിർസാപൂർ എന്ന സ്ഥലം തന്നെയാണ്. ഇനി മിർസാപൂർ ഓപ്ഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ അലഹബാദ് എന്ന് ഓർത്തോണം. ക്ലിയർ അല്ലേ പറഞ്ഞത്? ഇനി 7 ഒന്നുകൂടെ പറയുവാണ്, ആ ചോദ്യം ഒന്നുകൂടെ പറയുവാണ്. എത്രേൻ്റെ ഗുണിതങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? 7 ഡിഗ്രി 30 മിനിറ്റിൻ്റെ ഗുണിതങ്ങളാണ് മാനക രേഖാംശങ്ങളായിട്ട് എല്ലാ രാജ്യങ്ങളും എടുക്കുന്നത്. നമ്മളതിൽ 82.5 എന്നറിയപ്പെടുന്ന 7 ഡിഗ്രി 30 മിനിറ്റിൻ്റെ ഗുണിതം അല്ലെങ്കിൽ 7.5യുടെ ഗുണിതമായ 82.5യാണ് നമ്മുടെ ഔദ്യോഗിക രേഖാംശമായിട്ട് നമ്മൾ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് മെറിഡിയായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇത് ഉള്ളത്, ഈ ഒരു പോയിന്റ് ഉള്ളത് നമ്മുടെ 1ാമത്തെ പാഠത്തിലാണ്. ഞാൻ നിങ്ങളെ കാണിച്ചില്ലേ നേരത്തെ ബുക്കിൻ്റെ ലിസ്റ്റ്? അതിനകത്ത് യൂണിറ്റ് 1 ഇന്ത്യയുടെ സ്ഥാനം എന്ന പാഠം കണ്ടില്ലേ? ആ സ്ഥാനം എന്ന പാഠത്തിനകത്താണ് ഈ ഒരു ചോദ്യം കിടക്കുന്നത് കേട്ടോ, അല്ലെങ്കിൽ ഈ ഒരു പോയിന്റ് കിടക്കുന്നത്. 3ാമത്തെ ഒരു ചോദ്യത്തിലേക്ക് പോകുന്നു. ഇത് നമ്മുടെ നീരൊഴുക്ക് വ്യൂഹം എന്ന് പറഞ്ഞൊരു പാഠം നിങ്ങൾ കണ്ടില്ലായിരുന്നോ? നമ്മുടെ +1 ബുക്കിനകത്ത് നീരൊഴുക്ക് വ്യൂഹം, അതിനകത്തുനിന്ന് എടുത്തൊരു ചോദ്യമാണ്. പഞ്ചപ്രയാഗുകൾ സ്ഥിതി ചെയ്യുന്ന ഹിമാലയ ഭാഗം ഏത്? പഞ്ചപ്രയാഗുകൾ സ്ഥിതി ചെയ്യുന്ന ഹിമാലയ ഭാഗം ഏത് എന്ന് ചോദിച്ചിട്ട് ഓപ്ഷനിൽ തന്നേക്കുവാണ് ഉത്തരാഖണ്ഡ്, സിക്കിം, ഹിമാലയം. ഇവിടെ ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്കൊന്നും ഓപ്ഷൻ ഇല്ലേ? ഉത്തരാഖണ്ഡ്, സിക്കിം, ഹിമാലയം. ഡാർജിലിംഗ്, സിക്കിം, ഹിമാലയം. വീണ്ടും ഓപ്ഷൻ സി, വീണ്ടും ഉത്തരാഖണ്ഡ്, സിക്കിം, ഹിമാലയം വന്നു. ഉത്തരാഖണ്ഡ്, സിക്കിം, ഹിമാലയം. ഡാർജിലിംഗ്, സിക്കിം, ഹിമാലയം. ഇത് ഞാൻ വിട്ടുവാണേ. വീണ്ടും ഹിമാചൽ, സിക്കിം, ഹിമാലയം. കാശ്മീർ ഹിമാലയം അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ഹിമാലയം. ഇത്രയുമാണ് ഓപ്ഷനിലുള്ളത്. ഏതാണ് പഞ്ചപ്രയാഗുകൾ സ്ഥിതി ചെയ്യുന്ന ഹിമാലയ ഭാഗം? അപ്പോൾ 4 ഓപ്ഷൻസ് നോക്കുക. 1 ഉത്തരാഖണ്ഡ്, സിക്കിം, ഹിമാലയം. 2 ഡാർജിലിംഗ്, സിക്കിം, ഹിമാലയം. 3 ഹിമാചൽ ഉത്തരാഖണ്ഡ്, ഹിമാലയം എന്ന് വേണം കേട്ടോ. ഹിമാചൽ, ഉത്തരാഖണ്ഡ്, ഹിമാലയം അല്ലെങ്കിൽ ഉത്തരാഖണ്ഡ്, ഹിമാചൽ, ഹിമാലയം. അവസാനമായിട്ട് കാശ്മീർ ഹിമാലയം അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ഹിമാലയം. ഇതിനകത്ത് ഏതാണ് നമ്മുടെ ആൻസർ? നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഈ കൊടുത്തിരിക്കുന്നതിൽ A, B, D, E എന്നുള്ള ഓപ്ഷനിൽ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ് പഞ്ചപ്രയാഗുകൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത് ഹിമാലയം കടന്നു പോകുന്ന ഇന്ത്യൻ പ്രദേശത്തെ 5 ഭാഗങ്ങളായിട്ട് തരംതിരിക്കാമെന്ന് നമ്മൾ NCERT സീരീസ് 1 ഞാൻ പറഞ്ഞിരുന്നു. അതിൽ 1ാമത്തെ പാർട്ട് ഇതാണ്, കാശ്മീർ ഹിമാലയം. എന്നിട്ട് ഇത്രയും സ്ഥലങ്ങളാണ് കാശ്മീർ ഹിമാലയം. ഇവിടുന്ന് ഇവിടം വരെയുള്ള ഇത്രയും ഭാഗമാണ് കാശ്മീർ ഹിമാലയം. രണ്ടാമത്തത് ഉത്തരാഖണ്ഡ്, ഹിമാചൽ, ഹിമാലയം. എന്നിട്ട് ഇത്രയും ഭാഗം ഉത്തരാഖണ്ഡ്, ഹിമാചൽ, ഹിമാലയം. മൂന്നാമത്തത് ഡാർജിലിംഗ്, സിക്കിം, ഹിമാലയം. എന്നിട്ട് ഇത്രയും വരത്തുള്ളൂ, ഡാർജിലിംഗ്, സിക്കിം, ഹിമാലയം. നാലാമത്തത് അരുണാചൽ ഹിമാലയം കേട്ടോ. നാലാമത്തത് ഇത്രയുമാണ് അരുണാചൽ ഹിമാലയം. 5 ഇതിൻ്റെ ഈ ഭാഗത്താണ് വരുന്നത്. 5ാമത്തതിൻ്റെ ഈ ഭാഗത്താണ് പൂർവാചൽ അല്ലെങ്കിൽ വടക്ക് കിഴക്കൻ ഹിമാലയം. അങ്ങനെ 5 പാർട്ടായിട്ട് ഹിമാലയത്തെ തരംതിരിക്കാം. 1ാമത്തത് ഞാൻ പറയുന്നു വീണ്ടും കാശ്മീർ ഹിമാലയം. 2ാമത്തത്
ഉത്തരാഖണ്ഡ് ഹിമാചൽ ഹിമാലയം, മൂന്നാമത്തത് ഇവിടെയാണ് വരുന്നത് ഡാർജിലിംഗ് സിക്കി ഹിമാലയം, നാലാമത്തെ ഇവിടെ വരുന്നു അരുണാചൽ ഹിമാലയം, അഞ്ചാമത്തത് വരുന്നു നമ്മുടെ കിഴക്കൻ കുന്നുകൾ പർവ്വതങ്ങൾ അല്ലെങ്കിൽ പൂർവാചല ഭാഗം, കിഴക്കൻ കുന്നുകളും പർവ്വതങ്ങളും. ഇതിൽ എവിടെയാണ് പഞ്ചപ്രയാഗുകൾ വരുന്നത്? 2 ഡൗട്ടേ വരാൻ ചാൻസ് ഉള്ളൂ. കാശ്മീർ ഹിമാലയത്തിലാണോ ഉത്തരാഖണ്ഡ് ഹിമാചൽ ഹിമാലയത്തിലാണോ എന്നൊരു സംശയം വരാൻ സാധ്യതയുള്ളൂ. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഉത്തരാഖണ്ഡ് ഹിമാചൽ ഹിമാലയമാണ് ആൻസർ കേട്ടോ. ഉത്തരാഖണ്ഡ് ഹിമാചൽ ഹിമാലയമാണ്. അപ്പോൾ പഞ്ചപ്രയാഗുകൾ എന്താണെന്നൊന്ന് കണ്ടുകൊള്ളുക. പഞ്ചപ്രയാഗുകൾ, ഗംഗാനദി ഉത്ഭവിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഗംഗാനദിയുടെ ഉത്ഭവം ഗംഗോത്രി ഹിമാനിയിലാണ് കേട്ടോ. ഗംഗാനദിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് ഗംഗോത്രി ഹിമാനിയിലാണ്. ഒന്നുകൂടെ ശ്രദ്ധിച്ചോളുക, അത് എവിടെയാണെന്ന് ഒന്നുകൂടെ കണ്ടുകൊള്ളുക. ഇതാണ് ഗംഗോത്രി. അവിടെ നിന്ന് ഭഗീരഥി എന്ന പേരിലാണ് ഗംഗാനദി ഒഴുകി വരുന്നത്. ഇതിങ്ങനെ ഈ ഭഗീരഥി നദി അളക നന്ദയിലേക്ക് ചേരുന്നു. ഇതുണ്ട്, അളക നന്ദയിലേക്ക് ചേരുന്ന സ്ഥലമാണ് ദേവപ്രയാഗ്. ഇതൊരു പഞ്ചപ്രയാഗിൽ ഒരു പ്രയാഗാണ് ദേവപ്രയാഗ്. ഇനി ഈ വന്ന ഭഗീരഥിയിലേക്ക് ചേർന്ന അളകനന്ദ നദി പലയിടങ്ങളിലായി പല നദികളുമായി കൂടിച്ചേരുന്നുണ്ട്. അതിലൊന്ന് ഇതാണ് ധൗളി ഗംഗ എന്നറിയപ്പെടുന്ന നദി. ഇത് ധൗളി ഗംഗ എന്നറിയപ്പെടുന്ന നദി. ഈ പ്രയാഗാണ് വിഷ്ണു പ്രയാഗ്. ഇത് മറ്റൊരു രണ്ടാമത്തെ പ്രയാഗ്. ഇനി നന്ദാകിനി എന്നൊരു നദിയുമായിട്ട് കൂടിച്ചേരുന്നുണ്ട്. നന്ദാകിനി എന്നൊരു നദിയുമായിട്ട് കൂടിച്ചേരുന്നുണ്ട്. അതാണ് മൂന്നാമത്തെ പ്രയാഗ്. ആ പ്രയാഗിൻ്റെ പേരെന്താണ്? നന്ദപ്രയാഗ് എന്നറിയപ്പെടുന്നു. നന്ദപ്രയാഗ്. നാലാമത് പിണ്ടാർ ഗംഗ എന്നൊരു നദിയുമായിട്ട് അളകനന്ദ കൂടിച്ചേരുന്നു. ആ പ്രയാഗിൻ്റെ പേരാണ് കർണപ്രയാഗ്. അഞ്ചാമതായിട്ട് മന്ദാകിനി എന്നൊരു നദിയുമായിട്ട് കൂടിച്ചേരുന്നു. ആ പ്രയാഗിൻ്റെ പേരാണ് രുദ്രപ്രയാഗ്. ഈ 5 പ്രയാഗുകളും സ്ഥിതി ചെയ്യുന്നത്, ഈ 5 പ്രയാഗുകളും 4 5 ഈ 5 പ്രയാഗുകളും സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയ ഭാഗത്താണ്. ഈ 5 പ്രയാഗുകൾ ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരാഖണ്ഡ്. ഹിമാചൽ പ്രദേശ് എഴുതരുത്. ഈ 5 പ്രയാഗുകളും ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ ഉത്തരാഖണ്ഡ് എന്ന് പറയണം. ഹിമാലയത്തിലെ ഏത് ഭാഗത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിമാലയത്തെ 5 ഭാഗങ്ങളായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഇന്ത്യൻ പാർട്ടായിട്ടുള്ള ഹിമാലയത്തെ. ആ 5 ഭാഗങ്ങളിൽ ഹിമാചൽ ഉത്തരാഖണ്ഡ് ഭാഗത്തെ ഹിമാലയത്തിലാണ് ഇതുണ്ട്. ഈ പഞ്ചപ്രയാഗം ഉള്ളതെന്ന് പറയണം. സംസ്ഥാനം ചോദിച്ചാൽ വീണ്ടും ഒന്നുകൂടെ പറയുന്നു. ഈ സംസ്ഥാനം ചോദിച്ചാൽ ഉത്തരാഖണ്ഡ് കേട്ടോ. ഏതൊക്കെ നദികളുടെ കൂടിച്ചേരലാന്ന് ഈ ഒരു പിക്ചർ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് പഠിച്ചോണം. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. നല്ല ചോദ്യങ്ങളിലേക്ക് പോകണം. ഒരു 3 ചോദ്യങ്ങൾ, നല്ല കിടിലൻ ചോദ്യങ്ങൾ. താഴെ തന്നിരിക്കുന്നവയിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളായി പരിണമിക്കുന്നത് ഏത്? എപ്പോഴെങ്കിലും ഇങ്ങനെയൊരു ചോദ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഓപ്ഷൻ എ പശ്ചിമവാദങ്ങൾ, ഓപ്ഷൻ ബി ഉത്തരാർദ്ധഗോളത്തിലെ വാണിജ്യവാദങ്ങൾ, ഓപ്ഷൻ സി ദക്ഷിണാർദ്ധഗോളത്തിലെ വാണിജ്യവാദങ്ങൾ, ഓപ്ഷൻ ഡി വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ. ആരാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളായി പരിണമിക്കുന്നത്? ജൂൺ മാസത്തിൽ ഇന്ത്യയിലേക്ക് എത്തുന്ന കാറ്റുകളാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ്. ഇത് 4 മാസം ഇന്ത്യയിൽ നീണ്ടു നിൽക്കുന്നു. ഈ കാറ്റുകളുടെ വരവ് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. ഇതാണ് ഇന്ത്യയിലെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്നറിയപ്പെടുന്ന സീസൺ. ഇത് ഏത് കാറ്റുകളാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളായി പരിണമിക്കുന്നത് എന്നാണ് ചോദ്യം. നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ദക്ഷിണാർദ്ധഗോളത്തിലെ വാണിജ്യവാദങ്ങളാണ്. ആരാണ്? ദക്ഷിണാർദ്ധഗോളത്തിലെ വാണിജ്യവാദങ്ങളാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളായി പരിണമിക്കുന്നത്. എങ്ങനെയാണ് ഈ ചോദ്യത്തിലേക്ക് വന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഉത്തരത്തിലേക്ക് നമ്മൾ എത്തപ്പെട്ടത്? എവിടെയാണ് ഈ ചോദ്യങ്ങളുടെയൊക്കെ സോഴ്സ് കിടക്കുന്നത്? എല്ലാം പറഞ്ഞുതരാം. നോക്ക്. ആദ്യം കാറ്റുകൾ എന്ന് പറയുന്ന വേൾഡ് ജോഗ്രഫിയിലെ, ലോക ഭൂമിശാസ്ത്രത്തിലെ അല്ലെങ്കിൽ പൊതു ജനറൽ ജോഗ്രഫിയിലെ ഒരു ഏരിയയിലേക്ക് ഞാൻ പോവുകയാണ്. കാറ്റുകൾ 4ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ കാറ്റിൻ്റെ പേരാണ്, ഭൂമിയിൽ കാറ്റുകൾ 4ആയി തിരിക്കുന്നതിൽ ഒന്നാമത്തെ പേരാണ് ആഗോളവാദങ്ങൾ അഥവാ സ്ഥിരവാദങ്ങൾ. ആഗോളവാദങ്ങൾ അല്ലെങ്കിൽ സ്ഥിരവാദങ്ങൾ. ഈ സ്ഥിരവാദങ്ങൾക്ക് 3 ഉദാഹരണങ്ങളാണുള്ളത്. 1 വാണിജ്യവാദം, 2 പശ്ചിമവാദം, 3 ധ്രുവീയ പൂർവാദം. അതിലേക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പ്രവേശിക്കുന്നില്ല. പക്ഷേ വാണിജ്യവാദങ്ങൾ പറയാതെ എനിക്ക് മുമ്പോട്ട് പോകാനും പറ്റത്തില്ല. 30 ഡിഗ്രി അക്ഷാംശങ്ങൾ ഭൂമിയിലെ ഉച്ചമർദ്ദ മേഖലകളാണ്, മർദ്ദം കൂടിയ സ്ഥലങ്ങളാണ് 30 ഡിഗ്രി. 0 ഡിഗ്രി മർദ്ദം കുറഞ്ഞ സ്ഥലങ്ങളും, അതായത് ന്യൂനമർദ്ദ മേഖലയാണ്. ഉച്ചമർദ്ദത്തിൽ നിന്ന് ന്യൂനമർദ്ദത്തിലേക്കുള്ള അന്തരീക്ഷ വായുവിൻ്റെ തിരശ്ചീന ചലനമാണ് കാറ്റ് എന്ന് നമുക്കറിയാം. 30 ഡിഗ്രിയിൽ നിന്ന് 0 ഡിഗ്രിയിലേക്ക് എത്തുന്ന ഈ കാറ്റുകൾ കണ്ടോ, 30 ഡിഗ്രിയിൽ, ഇത് മനസ്സിലങ്ങ് കോറി കിട്ടണം. 30 ഡിഗ്രിയിൽ നിന്ന് 0 ഡിഗ്രിയിലേക്ക് എത്തുന്ന ഈ കാറ്റുകളെയാണ് വാണിജ്യവാദങ്ങൾ എന്ന് വിളിക്കുന്നത്. 30 ഡിഗ്രിയിൽ നിന്ന് 0 ഡിഗ്രിയിലേക്ക് എത്തുന്ന ഈ കാറ്റുകളെയാണ് എന്ത് വിളിക്കുന്നത്? വാണിജ്യവാദങ്ങൾ. ഒന്നുകൂടെ പറയുന്നു, 30 ഡിഗ്രിയിൽ നിന്ന് 0 ഡിഗ്രിയിലേക്ക് എത്തുന്ന ഈ കാറ്റുകളാണ് വാണിജ്യവാദങ്ങൾ. മനസ്സിലായോ? ഇനി ഈ വാണിജ്യവാദങ്ങൾ കൂടിച്ചേരുന്ന സ്ഥലം നിങ്ങൾ കണ്ടോ? 0 ഡിഗ്രിക്ക് ഭൂമധ്യരേഖയ്ക്ക് അടുത്താണ് വാണിജ്യവാദങ്ങൾ കൂടിച്ചേരുന്നത്. ഇത് എന്ത് മർദ്ദ മേഖലയാണെന്ന് കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞു തന്നു.
ഇത് ന്യൂനമർദ്ദ മേഖലയാണ്. നല്ല ചൂടുള്ള, ഭൂമധ്യരേഖ നല്ല ചൂടുള്ള സ്ഥലമാണെന്നറിയാം. നല്ല ചൂടുള്ള ന്യൂനമർദ്ദ മേഖലയാണ് ഈ പറഞ്ഞ ഈ വാണിജ്യവാദങ്ങൾ കൂടിച്ചേരുന്ന സ്ഥലം. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ITCZ. ഈ വാണിജ്യവാദങ്ങൾ കൂടിച്ചേരുന്ന ഭൂമധ്യരേഖയ്ക്ക് അടുത്തുള്ള ഈ സ്ഥലത്തെ വിളിക്കുന്ന പേരാണ് ITCZ. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? നല്ല ചൂടാണ് ഇവിടെ. ചൂട് കൂടുതലായതുകൊണ്ട് തന്നെ ഇവിടെ മർദ്ദം കുറവാണ്, അത് അല്ലെങ്കിൽ ന്യൂനമർദ്ദമാണ്. വ്യക്തമാണോ? ഇതെന്തിനാണ് ഇതിപ്പോൾ പഠിപ്പിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോണം. അപ്പോൾ ITCZ പൊതുവിൽ സാധാരണഗതിയിൽ ITCZ എവിടെയാണ്? സാധാരണഗതിയിൽ ITCZ എവിടെയാണ്? ഭൂമധ്യരേഖയ്ക്കടുത്താണ്. എന്നാൽ ജൂൺ 21 ശേഷം ഏകദേശം ജൂലൈ മാസത്തോടെയൊക്കെ ജൂൺ 21 ശേഷം സൂര്യൻ്റെ സ്ഥാനം അല്ലെങ്കിൽ സൂര്യൻ്റെ എന്താണ് പറയുന്നത് അയനം ഉത്തരാർദ്ധ ഗോളത്തിലേക്ക് പോകുന്നതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് മുകളിലേക്കൊക്കെ പോകുന്നത് മാർച്ചിന് ശേഷമാണ്. ജൂൺ 21 ആകുമ്പോൾ ഇത് കൃത്യം നമ്മുടെ ഉത്തരായന രേഖയിലെത്തും എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ജൂൺ 21 ശേഷം അതായത് ഏകദേശം ഒരു ജൂലൈ മാസത്തോടെ ഈ ITCZ സ്ഥാനം നേരത്തെ എവിടെയായിരുന്നു? ITCZ ഭൂമധ്യരേഖയ്ക്ക് അടുത്തായിരുന്നു അല്ലേ? ഇവിടെയായിരുന്നു ITCZ. ഇവിടെയാണ് വാണിജ്യവാദങ്ങൾ വന്ന് കൂടിച്ചേർന്നത്. ഇതായിരുന്നല്ലോ ITCZ. എന്നാൽ ഒരു ജൂലൈ മാസത്തോടൊക്കെ ഈ ITCZ ഇന്ത്യയുടെ ഏകദേശം ഒരു 25 ഡിഗ്രി അക്ഷാംശ മേഖലയിൽ 23.5 ഡിഗ്രി ഉത്തരായന രേഖയാണെന്ന് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ? ഏകദേശം ഒരു 25 ഡിഗ്രി മേഖലയിൽ ഇന്ത്യയിൽ. ഇത് നോക്കി, ഞാൻ ITCZ ഇപ്പോഴത്തെ സ്ഥാനം പറഞ്ഞുതരാം. ഇന്ത്യ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഇവിടെ നോക്കിയാൽ മതി. ഇത് ഇവിടെയായിട്ട് ഏകദേശം ഇന്ത്യയുടെ ഉത്തര മഹാസമതല മേഖലയ്ക്ക് അടുത്തായിട്ട് അതുകൊണ്ട് ഈ ITCZ അങ്ങോട്ടേക്ക് അങ്ങ് ഷിഫ്റ്റ് ചെയ്യും. ഈ ഒരു ഭാഗത്തേക്കായി പോവും. കാരണം ഭൂമധ്യരേഖയുടെ മുകളിലേക്ക് സൂര്യൻ്റെ സ്ഥാനം പോയി. ജൂൺ 21 നമുക്കറിയാം ഉത്തരായന രേഖയിലാണ് സൂര്യൻ്റെ നേർരേഖയിലുള്ള പ്രകാശരശ്മികൾ പതിക്കുന്നത്. ജൂലൈ മാസത്തോടൊക്കെ ആകുമ്പോൾ ഈ ഭാഗത്താണ് ഈ ഭൂമധ്യരേഖയേക്കാൾ കൂടുതൽ ചൂടാവുന്നത്. അതുകൊണ്ട് ITCZ ഇങ്ങോട്ടേക്ക് അങ്ങ് മാറും. ITCZ എന്തിനാണ് ഇങ്ങോട്ട് മാറുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഭൂമധ്യരേഖയിലാണ് ചൂട്. ഓക്കെ, അതുകൊണ്ട് ഇത് ന്യൂനമർദ്ദമായി മാറുമ്പോൾ ഇവിടെ ആയിരുന്നു ITCZ. എന്നാൽ ജൂൺ മാസത്തിന് ശേഷം ഒരു ജൂലൈയോടൊക്കെ ഈ ഭൂമധ്യരേഖയേക്കാൾ കൂടുതൽ ചൂട് ഇന്ത്യയുടെ ഈ സമതല ഭാഗങ്ങളിൽ കൂടുതൽ ചൂട് അനുഭവപ്പെടും. അപ്പോൾ ITCZ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. നേരത്തെ നമ്മൾ പഠിച്ചായിരുന്നു ദക്ഷിണാർദ്ധ ഗോളത്തിലെ വാണിജ്യവാദങ്ങൾ കൂടിച്ചേരുന്നതുണ്ട്. അത് വേറൊരു കളർ കാണിച്ചു തരാം. ദക്ഷിണാർദ്ധ ഗോളത്തിലെ വാണിജ്യവാദങ്ങൾ കൂടിച്ചേരുന്നത് ഇങ്ങനെ ഭൂമധ്യരേഖയിലേക്കാണെന്ന് നമ്മൾ കണ്ടായിരുന്നു. ഇതാണ് ദക്ഷിണാർദ്ധ ഗോളത്തിലെ വാണിജ്യവാദങ്ങൾ അല്ലേ? ദക്ഷിണാർദ്ധ ഗോളത്തിലെ വാണിജ്യവാദങ്ങളായിരുന്നു ഇത്. ഈ ദക്ഷിണാർദ്ധ ഗോളത്തിലെ വാണിജ്യവാദങ്ങൾ വരുന്ന ദിശ കണ്ടോ? തെക്ക് കിഴക്ക് നിന്നാണ് ഇത് വരുന്നത്. ഇത് തെക്ക് കിഴക്കൻ കാറ്റുകളാണ്. ദക്ഷിണാർദ്ധ ഗോളത്തിലെ വാണിജ്യവാദങ്ങൾ തെക്ക് കിഴക്കൻ കാറ്റുകളാണ്. കാരണം അത് വരുന്ന ദിശ കണ്ടോ? അതെ, തെക്ക് കിഴക്കു നിന്നാണ് അത് വരുന്നത്. കാറ്റുകൾ കണ്ടോ? തെക്ക് കിഴക്കു നിന്നാണ് അത് വരുന്നത്. അതുകൊണ്ട് ഇത് തെക്ക് കിഴക്കൻ കാറ്റുകളായിരുന്നു. പെട്ടെന്ന് ഭൂമധ്യരേഖയിലെത്തുന്ന ഈ കാറ്റുകൾ എന്ത് ചെയ്യും? ഭൂമധ്യരേഖയിലെത്തുന്ന ഈ കാറ്റുകൾ കോറിയോലിസ് ബലം എന്ന് പറയുന്ന ഒരു സംഭവം ഭൂമിയിലുണ്ട്. അതായത് ഭൂമധ്യരേഖയ്ക്ക് മുകളിലോട്ട് സ്വതന്ത്രമായിട്ട് ചലിക്കുന്ന എല്ലാ വസ്തുക്കളും വലത്തോട്ട് ചെരിഞ്ഞു പോകുന്ന ഒരു ബലമാണ് കോറിയോലിസ് ബലം. അങ്ങനെ ഭൂമധ്യരേഖയിലെത്തുന്ന ഈ തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ അല്ലെങ്കിൽ ദക്ഷിണാർദ്ധ ഗോളത്തിലെ വാണിജ്യവാദങ്ങൾ വലത്തോട്ട് തിരിഞ്ഞ് അറബിക്കടലിലൂടെയും അതുപോലെ തന്നെ അറബിക്കടലിൽ നിന്ന് ബംഗാൾ ഉൾക്കടലിലേക്കും ഒക്കെ പ്രവേശിച്ച് പ്രധാനമായിട്ടും അത് ഇന്ത്യയിലേക്ക് എത്തുന്നു. ഉണ്ടോ? അറബിക്കടലിലൂടെ അത് എങ്ങോട്ടേക്ക് എത്തുന്നു? അത് ഇന്ത്യയിലേക്ക് എത്തുന്നു. ഇങ്ങനെ ഇതാണ് നമ്മുടെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ദക്ഷിണാർദ്ധ ഗോളത്തിലെ വാണിജ്യവാദങ്ങൾ തെക്ക് കിഴക്കൻ കാറ്റുകളായിരുന്നു. അത് ആരായിട്ട് പരിണമിച്ചു? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളായി പരിണമിച്ചു. ദക്ഷിണാർദ്ധ ഗോളത്തിലെ വാണിജ്യവാദങ്ങൾ തെക്ക് കിഴക്കൻ കാറ്റുകളായിരുന്നു. ഈ തെക്ക് കിഴക്കൻ കാറ്റുകൾ ഭൂമധ്യരേഖ മറികടന്ന് കോറിയോലിസ് ബലത്തിൻ്റെ സ്വാധീനത്താൽ അത് വലത്തോട്ട് തിരിഞ്ഞ് തെക്ക് പടിഞ്ഞാറ് മൺസൂൺ കാറ്റുകളായി പരിണമിച്ചു. ഇവിടെ ITCZ ഇവിടെ ആയതുകൊണ്ട് ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായതുകൊണ്ട് ഇത് ന്യൂനമർദ്ദമാണ്. നമുക്കറിയാം ന്യൂനമർദ്ദ കേന്ദ്രങ്ങൾ കാറ്റിനെ ആകർഷിക്കുന്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ട് ഈ കാറ്റുകൾ ഈ ഒരു കേന്ദ്രം ലക്ഷ്യമാക്കി ആകർഷിക്കപ്പെട്ട് ഇന്ത്യയിലേക്ക് എത്തുന്നു. ITCZ ഇവിടെ ആയതുകൊണ്ട് ഇതെല്ലാം സംഭവിച്ചത്. അപ്പോൾ എപ്പോഴാണ് ITCZ? ജൂലൈ മാസത്തോടെ ITCZൻ്റെ സ്ഥാനം എങ്ങോട്ടാവുന്നു? ഏകദേശം 25 ഡിഗ്രി ഉത്തരായന രേഖ അല്ലെ ഉത്തരായനയ്ക്ക് മുകളിൽ ഏകദേശം 25 ഡിഗ്രി അക്ഷാംശ ഭാഗത്തേക്ക്, പ്രത്യേകിച്ച് ഇന്ത്യയുടെ സമതല ഭാഗത്തേക്ക് ITCZ ഷിഫ്റ്റ് ചെയ്യുന്നു. ഈ കാലയളവിൽ തെക്ക് കിഴക്കൻ കാറ്റുകൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ദക്ഷിണാർദ്ധ ഗോളത്തിലെ വാണിജ്യവാദങ്ങൾ ഭൂമധ്യരേഖ മറികടന്ന് കോറിയോലിസ് ബലത്തിൻ്റെ സ്വാധീനത്താൽ വലത്തോട്ട് തിരിഞ്ഞ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളായി മാറ്റപ്പെടുന്നു. മനസ്സിലൊന്ന് പെട്ടെന്ന് ഇതൊന്ന് പറഞ്ഞു നോക്കിക്കേ. ഞാനിത് വരച്ച് കാണിച്ചു തരാം.
സാധാരണ ഇത് ഭൂമധ്യരേഖയാണേ, വേറെ കളർ മാർക്ക് ചെയ്യാം. ഇത് ഭൂമധ്യരേഖയായിരുന്നു. ഭൂമധ്യരേഖ നമുക്കൊരു ഇന്ത്യക്ക് താഴെയാണ് ഭൂമധ്യരേഖ. അങ്ങോട്ടേക്ക് വന്ന് ചേർന്നിരുന്ന കാറ്റുകളായിരുന്നു ഇത് തെക്ക് കിഴക്കൻ വാണിജ്യപാതകൾ. ഇങ്ങനെ തെക്ക് കിഴക്കൻ വാണിജ്യപാതകൾ അല്ലേ. ജൂലൈ മാസത്തോടെയൊക്കെ ITCZന്റെ സ്ഥാനം എങ്ങോട്ടാവുന്നു? ഇങ്ങോട്ടാവുന്നു. ITCZ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. ഈ വാണിജ്യപാതങ്ങളപ്പം കോറിയോലസ് ബലത്തിൻ്റെ സ്വാധീനത്താൽ വലത്തോട്ട് തിരിഞ്ഞ് ഈ തെക്ക് കിഴക്കൻ വാണിജ്യപാതങ്ങൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളായിട്ട് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ തെക്ക് കിഴക്കൻ വാണിജ്യപാതങ്ങൾ അല്ലെങ്കിൽ ദക്ഷിണാർദ്ധഗോളത്തിലെ വാണിജ്യപാതങ്ങൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളായിട്ട് പരിണമിക്കുന്നു. ITCZന്റെ സ്ഥാനം എവിടെയാണെന്ന് കണ്ടോ? ഏകദേശം ഇന്ത്യയുടെ സമതല ഭാഗങ്ങളിൽ. പുസ്തകത്തിൽ പറയുന്ന എത്ര ഡിഗ്രിയാണ്? ഏകദേശം 25 ഡിഗ്രി അക്ഷാംശ ഭാഗത്തോട് ചേർന്ന് ITCZ രൂപം കൊള്ളുന്നു എന്നാണ് പറയുന്നത്. മനസ്സിലാകാത്തവർക്ക് ഞാൻ എത്ര തവണ പറഞ്ഞു തന്നു? പുസ്തകത്തിൽ NCERT പുസ്തകത്തിൽ കിടക്കുന്ന നിങ്ങൾ കണ്ടോ? ഭൂമധ്യരേഖയ്ക്കടുത്ത് വാണിജ്യപാതകൾ കൂടിച്ചേരുന്ന ന്യൂനമർദ്ദ മേഖലയാണ് ഭൂമധ്യരേഖ. ഇവിടെ വായു മുകളിലേക്ക് ഉയരുന്നു. ജൂലൈ മാസത്തിൽ ITCZന്റെ സ്ഥാനം 25 ഡിഗ്രി വടക്ക് അക്ഷാംശ പ്രദേശത്ത് ഗംഗാ സമതലത്തിന് മുകളിലായിരിക്കും. ഇന്ത്യയിലെ സമതല ഭാഗത്തിന് മുകളിലായിരിക്കും എന്ന് പറഞ്ഞില്ലേ? ഇത് മൺസൂൺ തടം എന്നറിയപ്പെടുന്നു. ആ നല്ലൊരു ചോദ്യം. ഈ ITCZ മുകളിലേക്ക് വ്യാപിക്കുന്നു എന്ന് പറഞ്ഞില്ലേ? അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് മൺസൂൺ തടം. മൺസൂൺ ബേസിൻ എന്ന് അതിനാണ് വിളിക്കുന്നത്. ഈ മൺസൂൺ തടം വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ താപീയ ന്യൂനമർദ്ദ മേഖല രൂപം കൊള്ളുന്ന അവിടെ ഒരു ന്യൂനമർദ്ദ മേഖല രൂപം കൊള്ളുന്നതിന് കാരണമാകുന്നു. ITCZന്റെ സ്ഥാനമാറ്റത്തോടെ ദക്ഷിണാർദ്ധഗോളത്തിൽ, ഇതാണ് നമ്മുടെ ചോദ്യം, വാണിജ്യവാദങ്ങൾ കണ്ടോ? എൻ്റെ ചോദ്യം എന്തായിരുന്നു? ഇതായിരുന്നല്ലോ എൻ്റെ ചോദ്യം. ഉത്തരം കിട്ടിയില്ലേ? ദക്ഷിണാർദ്ധഗോളത്തിലെ വാണിജ്യവാദങ്ങൾ കോറിയോലിസ് ബലം മൂലം ഭൂമധ്യരേഖ മറികടന്ന് തെക്ക് പടിഞ്ഞാറ് നിന്ന് വടക്ക് കിഴക്ക് ദിശയിൽ വീശാൻ തുടങ്ങുന്നു. ഇവയാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളാവുന്നത്. പുസ്തകത്തിൽ കിടപ്പുണ്ട്, ഒന്നും പേടിക്കണ്ട, ടെക്സ്റ്റ് കിടപ്പുണ്ട്, ഇതല്ല, അത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. അടുത്തൊരു ചോദ്യം, മൺസൂണിനെ ബാധിക്കുന്ന പസഫിക് സമുദ്രത്തിൽ രൂപപ്പെടുന്ന പ്രതിഭാസം ഏത്? നല്ല ചോദ്യങ്ങളാണ് കേട്ടോ. ഇനി വരുന്ന എല്ലാം അടിപൊളി ചോദ്യങ്ങളാണ്. 3 ചോദ്യങ്ങളുണ്ട്, സൂപ്പർ ചോദ്യങ്ങളാണ്. ഇതും കൂടെ ചേർത്ത് 3 ചോദ്യങ്ങൾ ഇനിയുള്ളൂ, ആരും പോയേക്കരുത്. മൺസൂണിനെ ബാധിക്കുന്ന പസഫിക് സമുദ്രത്തിൽ രൂപപ്പെടുന്ന പ്രതിഭാസം ഏത്? ജെറ്റ് പ്രവാഹങ്ങൾ അല്ലെങ്കിൽ മൺസൂൺ തടം, എൽനിനോ, ജെറ്റ് പ്രവാഹങ്ങൾ, ഇതൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ പറ്റുന്ന മിസ്റ്റേക്കാണ്. ജെറ്റ് പ്രവാഹങ്ങൾ, എൽനിനോ, മൺസൂൺ തടം, കുറോഷിയോ പ്രവാഹം. ഏതാണ് ഉത്തരം? മൺസൂണിനെ ബാധിക്കുന്ന പസഫിക് സമുദ്രത്തിൽ രൂപപ്പെടുന്ന പ്രതിഭാസം എന്ന് ചോദിച്ചാൽ ഏതാണ് ഉത്തരം? യെസ്, എൽനിനോയാണ് ഉത്തരം. എൽനിനോയാണ് മൺസൂണിനെ ബാധിക്കുന്ന പസഫിക് സമുദ്രത്തിൽ രൂപപ്പെടുന്ന പ്രതിഭാസം. എന്താണ് എൽനിനോ എന്ന് ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചിരുന്നോണം. എൽനിനോ എന്ന് ഞാൻ പറഞ്ഞുതരാം. ഓസ്ട്രേലിയ കണ്ടോ? ഇവിടെ ഓസ്ട്രേലിയ ഈ ഭാഗത്ത്. ഇവിടെ സൗത്ത് അമേരിക്ക കണ്ടോ? സൗത്ത് അമേരിക്കയുടെ ഈ പടിഞ്ഞാറ് കണ്ടോ? ഇത് പെറു, അതുപോലെ ചിലി തുടങ്ങിയ രാജ്യങ്ങളുടെ തീരങ്ങളാണ് ഇവിടം. പ്രത്യേകിച്ച് പെറു കേട്ടോ. പെറു ആണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഇതിൻ്റെ ഇവിടം ഈ ഒരു ഭാഗം കാണാം എല്ലാവർക്കും കൃത്യമായിട്ട്. ഈ ഒരു ഭാഗം ഇതിലൂടെ ഈ പെറുവിലൂടെ ഒഴുകുന്നത് സാധാരണ പോകുന്നത് പെറുവിലൂടെ സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ പെറു തീരത്തൂടെ പോകുന്ന സമുദ്രജല പ്രവാഹം എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ താഴെ ദക്ഷിണ ധ്രുവത്തിൽ നിന്ന് വരുന്ന തണുത്ത പ്രവാഹങ്ങളായ പെറു പ്രവാഹം അല്ലെങ്കിൽ ഹംബോൾട്ട് പ്രവാഹമാണ് സാധാരണഗതിയിൽ നോർമൽ കേസിൽ ഈ പറഞ്ഞ പെറു തീരത്തൂടെ കടന്നു പോകുന്ന സമുദ്രജല പ്രവാഹം. നോർമൽ കേസിൽ ആരാ കടന്നു പോകുന്നത്? പെറു പ്രവാഹം അല്ലെങ്കിൽ അത് ഹംബോൾട്ട് പ്രവാഹം. ഇത് വരുന്നത് കണ്ടോ? ദക്ഷിണ ധ്രുവ ഭാഗത്തു നിന്നാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നല്ല തണുത്ത പ്രവാഹങ്ങളാണ്. ഇനി ഇത് കണ്ടോ? ഈ ഒരു ഭാഗത്ത് കണ്ടോ? ഈ ഒരു ഭാഗത്ത് ഭൂമധ്യരേഖയ്ക്ക് അടുത്തുകൂടെ കടന്നു പോകുന്ന അല്ലെങ്കിൽ ഭൂമധ്യരേഖയുടെ ഭാഗത്തൂടെ കടന്നു പോകുന്ന ഇതാണ് മധ്യരേഖയിലൂടെ കടന്നു പോകുന്ന ഉഷ്ണപ്രവാഹമാണ്, ചൂട് പ്രവാഹമാണ് ഈ കടന്നു പോകുന്നത്. മധ്യരേഖ ഉഷ്ണപ്രവാഹമാണ് ഈ കടന്നു പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? മധ്യരേഖ ഭാഗത്തൂടെ കടന്നു പോകുന്ന ഉഷ്ണപ്രവാഹമാണ് ഇങ്ങോട്ട് കടന്നു പോകുന്നത്. അത് പോയ സ്ഥലം കണ്ടോ? ഓസ്ട്രേലിയക്കടുത്ത്, ഇന്തോനേഷ്യയുടെ ഭാഗത്തേക്ക്, ഇന്ത്യക്കടുത്ത്, ഏഷ്യയുടെ ഭാഗത്തേക്കാണ് ഈ ചൂട് പ്രവാഹം പോകുന്നത്. ഇതാണ് നോർമൽ കേസ്. എന്നാൽ 3 മുതൽ 7 വർഷത്തിലൊരിക്കൽ എന്ത് സംഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചൂടുവെള്ളം നമ്മുടെ ഏഷ്യയുടെ ഭാഗത്തോട്ട് പോയിരുന്ന ചൂടുവെള്ളം അല്ലെങ്കിൽ ചൂട് പ്രവാഹം കിഴക്കോട്ട്, ആരും ഇട്ടേക്കുന്ന കണ്ടോ? അവർ കിഴക്കോട്ട് പോകുന്നു. ചൂട് പ്രവാഹം കിഴക്കോട്ട് പോകുന്നു. എന്നിട്ട് താൽക്കാലികമായിട്ട് ഈ പെറു പ്രവാഹം ഉണ്ടായിരുന്നല്ലോ, ഈ തണുത്ത പെറു പ്രവാഹത്തെ ഇവിടെ നിന്ന് ആ ചൂട് പ്രവാഹം അവിടെ നിന്ന് മാറ്റും, റീപ്ലേസ് ചെയ്യും. അപ്പോൾ സാധാരണഗതിയിലുണ്ടായിരുന്ന തണുത്ത പ്രവാഹമായ പെറു പ്രവാഹത്തെ ഈ ചൂട് പ്രവാഹം അവിടെ നിന്ന് റീപ്ലേസ് ചെയ്യും. ദാറ്റ് മീൻസ് തണുത്ത പെറു പ്രവാഹത്തിന് പകരം ഭൂമധ്യരേഖാ ഭാഗത്തു നിന്ന് വന്ന ഉഷ്ണപ്രവാഹം ഇങ്ങോട്ടേക്ക് എത്തും. ഇതിനെയാണ് എൽനിനോ എന്ന് വിളിക്കുന്നത്. ഇത്രേ ഉള്ളൂ. ഇതെങ്ങനെയാണ് ഇന്ത്യയുടെ കാലാവസ്ഥ അഫക്റ്റ് ചെയ്യുന്നത്? സാധാരണഗതിയിൽ നോർമൽ കേസിൽ ഇങ്ങോട്ട് വന്നത് ഉഷ്ണജലമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തൊക്കെ
ബാഷ്പീകരണം കൂടും. ഉഷ്ണപ്രവാഹം എന്ന് പറയുമ്പോൾ എന്താണ്? ചൂടുള്ള വെള്ളമാണ്. ബാഷ്പീകരണം കൂടും. ഇന്ത്യ ഉൾപ്പെടുന്ന ഭാഗത്തൊക്കെ, ഇന്ത്യ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലൊക്കെ, ഏഷ്യയിലൊക്കെ മഴ കിട്ടുമായിരുന്നു. ഇപ്പം എന്നാ സംഭവിച്ചു? എൽനിനോയുടെ സമയത്ത് എന്ത് സംഭവിച്ചു? ഉഷ്ണപ്രവാഹമെല്ലാം, ഇവിടെ ഉണ്ടായിരുന്ന ഉഷ്ണപ്രവാഹമെല്ലാം, അതുകൊണ്ട് ഈ ഭാഗത്തുണ്ടായിരുന്ന ഉഷ്ണപ്രവാഹമെല്ലാം എങ്ങോട്ട് പോയി? ഇങ്ങോട്ട് പോയി. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ മഴ കുറയും. ഏഷ്യയുടെ ഭാഗത്ത്, നമ്മുടെ മൺസൂൺ, ഇന്ത്യയുടെ ഭാഗത്ത് കണ്ടോ, ഇന്ത്യ കിടക്കുന്നുണ്ടോ, ശ്രീലങ്കയൊക്കെ കണ്ടോ, ഇങ്ങനെ ഉണ്ടോ, അവിടെ മഴ കുറയും. അപ്പം എൽനിന വരുമ്പോൾ എന്ത് സംഭവിക്കും? ഉഷ്ണപ്രവാഹം പെറു ഭാഗത്തേക്ക് പോകുന്നത് കൊണ്ട് ഇന്ത്യ ഉൾപ്പെടുന്ന ഭാഗങ്ങളിൽ മഴ കുറയും. നമ്മുടെ മൺസൂൺ എൽനിനെ എങ്ങനെ ബാധിക്കുന്നു വെച്ചാൽ നിങ്ങൾ അങ്ങനെ പറയേണ്ടത്, മഴ കുറയും. എൽനിനോ എന്ന വാക്ക് ഉണ്ണിയേശു എന്നാണ്. എൽനിനോ എന്ന വാക്കിൻ്റെ അർത്ഥം ഉണ്ണിയേശു എന്നാണ്. കാരണം ഇത് ഡിസംബർ മാസങ്ങളിലാണ് ഈ പ്രതിഭാസം കണ്ടു തുടങ്ങുന്നത്. പെറുവിലെ മത്സ്യത്തൊഴിലാളികളാണ് ഈ എൽനിനോ എന്ന പ്രതിഭാസം ആദ്യമായിട്ട് കണ്ടെത്തുന്നത്. 3 മുതൽ 7 വർഷം വരെ ഉണ്ടോ പസഫിക് ഓഷനിൽ, 3 മുതൽ 7 വർഷത്തിലൊരിക്കൽ പസഫിക് ഓഷനിൽ നടക്കുന്ന ഒരു പ്രതിഭാസമാണ് എൽനിനോ. ഇത് മനസ്സിലാകാത്തവരുണ്ടോ? നോർമൽ കേസിൽ എന്താ സംഭവിക്കുന്നത്? പെറു തീരത്തൂടെ കടന്നു പോകുന്നത് പെറൂവിയൻ പ്രവാഹം എന്ന ശീതജല പ്രവാഹമായിരുന്നു. അത് റീപ്ലേസ് ചെയ്യപ്പെടുന്നു. ആ തണുത്ത പ്രവാഹം മാറി അവിടെ ചൂട് പ്രവാഹം വരുന്നു. അത്രേ ഉള്ളൂ. മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ അടുത്ത ക്ലാസ്സിൽ പിന്നെയും പറഞ്ഞുതരാം കേട്ടോ. പഠിച്ചിട്ടേ പോകാവൂ. മൺസൂണിൽ നിന്ന്, അടുത്ത ചോദ്യം, മൺസൂണിൽ നിന്ന് പശ്ചിമഘട്ടങ്ങളിൽ ലഭിക്കുന്ന മഴ എന്തുതരം മഴയ്ക്ക് ഉദാഹരണമാണ്? 3 ചോദ്യങ്ങൾ കൂടി ഉള്ളൂ കേട്ടോ. ചക്രവാത വൃഷ്ടി, സംവഹന വൃഷ്ടി, തീരദേശ വൃഷ്ടി, പർവ്വതവൃഷ്ടി. ഏതാണ് മൺസൂണിൽ നിന്ന് പശ്ചിമഘട്ടങ്ങളിൽ ലഭിക്കുന്ന മഴ? എന്തുതരം മഴയാണ്? 4 തരം മഴയാണ് ഭൂമിയിലുള്ളത്. ആ 4 തരം മഴയുടെ ലിസ്റ്റ് ഞാനിവിടെ തന്നിട്ടുണ്ട്, ഓപ്ഷനിൽ തന്നിട്ടുണ്ട്. നമ്മുടെ ആൻസർ എന്താണ്? യെസ്, പർവ്വതവൃഷ്ടി അല്ലെങ്കിൽ ശൈലവൃഷ്ടി ആണ് നമ്മുടെ ആൻസർ. ശൈലവൃഷ്ടി. ഇതിൻ്റെ ഇംഗ്ലീഷ് വാക്കാണ് ഓറോഗ്രാഫിക് റെയിൻഫോൾ. എന്താണ് മൺസൂൺ കാറ്റുകൾ ഓറോഗ്രാഫിക് റെയിൻഫോൾ എന്ന് വിളിക്കാൻ കാരണം? അതിൻ്റെ ഉത്തരം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കേ, എന്തുകൊണ്ടാണ് മൺസൂൺ കാറ്റുകളെ ഓറോഗ്രാഫിക് റെയിൻഫോൾ എന്ന് വിളിക്കാൻ കാരണം? ഇവിടെ കിടപ്പുണ്ട്, ശ്രദ്ധിച്ചോണേ പറയുന്ന കാര്യം. കടൽ ഇത് പശ്ചിമഘട്ടമാണേ, ശ്രദ്ധിച്ചോണേ, ഇത് പശ്ചിമഘട്ടമാണ്. ഇത് പശ്ചിമഘട്ട മലനിരകൾ. അതിൻ്റെ 2 സൈഡും നിങ്ങൾ കണ്ടുകൊള്ളുക. ഈ 2 സൈഡും കണ്ടുകൊള്ളുക. കടലിൽ നിന്ന് വീശുന്ന കാറ്റുകൾ പർവ്വത ഭാഗത്ത് എത്തിക്കഴിയുമ്പോൾ പർവ്വത ചെരുവുകളിൽ ഇടിച്ച് മുകളിലേക്ക് ഉയരും. കടലിൽ നിന്ന് അത് എടുത്തുകൊണ്ട് പോകുന്ന ഈർപ്പവുമായിട്ടാണ് ഈ കാറ്റുകൾ മുകളിലേക്ക് ഉയരുന്നത്, നീരാവിയുമായിട്ടാണ്. ഈ നീരാവി മുകളിലെത്തി തണുക്കും, കണ്ടൻസ് ചെയ്യും എന്നാണ് പറയുന്നത്. അതിന് ഖനീകരണം എന്നാണ് പറയുന്നത്. നീരാവി തണുക്കുന്ന പ്രതിഭാസത്തെ ഖനീകരണം എന്നാണ് പറയുന്നത്. ഇത് തണുത്ത് ഈ ചെറിയ ഐസ് ക്രിസ്റ്റലും വെള്ളത്തുള്ളികളുമായി മാറും. നീരാവി തണുത്ത് ചെറിയ ഐസ് ക്രിസ്റ്റൽസും തീരെ ചെറിയ, കണ്ണുകൊണ്ട് പോലും കാണാൻ പറ്റാത്ത രീതിയിലുള്ള വെള്ളത്തുള്ളികളുമായി മാറും. ഇതെല്ലാം കൂടെ കൂടിച്ചേർന്ന് ഒരു ക്ലൗഡ് ഫോം ചെയ്യും. എന്നിട്ട് പർവ്വതത്തിൻ്റെ ഈ ഭാഗത്ത് മഴ കിട്ടും. അതായത് കടലിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്ത് മഴ കിട്ടും. പർവ്വതത്തിൻ്റെ ഏത് ഭാഗത്ത് മഴ കിട്ടുമെന്ന് നിങ്ങൾ കണ്ടോ? കടലിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്ത് മഴ കിട്ടും. അതിനുശേഷം എന്ത് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വായു മുകളിലേക്ക് ഉയർന്നതിന് ശേഷം അതിൻ്റെ വായുവിൻ്റെ ഭാരം കൂടും. അതായത് ഈ കാറ്റിൻ്റെ ഭാരം കൂടും. നീരാവി മുഴുവൻ നഷ്ടപ്പെട്ടു. കാരണം ഈ കാറ്റിനകത്തുള്ള നീരാവി മുഴുവൻ ഇവിടെ മേഘമായി മാറി. ഇനി മുകളിലോട്ട് പോകുന്ന വിൻഡിനകത്ത് നീരാവി ഇല്ല, നല്ല തണുത്ത കാറ്റാണ് മുകളിലോട്ട് പോകുന്നത്. കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഭാരം കൂടിക്കഴിയുമ്പോൾ ഈ കാറ്റുകൾ താഴേക്ക് വരാൻ തുടങ്ങും. താഴേക്ക് വരും തോറും, ഭൂമിയോട് അടുക്കും തോറും ഇത് ചൂടാവും. അങ്ങനെ നല്ല ചൂടുള്ള വരണ്ട കാറ്റുകളായിട്ട് ഇത് പശ്ചിമഘട്ടത്തിൻ്റെ അല്ലെങ്കിൽ മൗണ്ടൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് പോകും. ഇപ്പോൾ പശ്ചിമഘട്ടത്തെ പറ്റി പറയുവാണെങ്കിൽ പശ്ചിമഘട്ടത്തിൻ്റെ ഈ സൈഡ് കേരളമാണ്, അപ്പുറത്തെ സൈഡ് തമിഴ്നാടാണ്. അതായത് ചൂടുള്ള വരണ്ട കാറ്റാണ് തമിഴ്നാട്ടിലേക്ക് ഇറങ്ങി വരുന്നത്. അതുകൊണ്ട് അവർക്ക് മഴ കിട്ടത്തില്ല. ഇതാണ് റെയിൻ ഷാഡോ റീജൻസ്. ഈ സ്ഥലങ്ങളാണ് മഴ നിഴൽ പ്രദേശങ്ങൾ. നമ്മൾ മഴ ലഭിക്കുന്ന പ്രദേശത്തുള്ളവരാണ്. ഇങ്ങനെയുള്ള മഴയെ വിളിക്കുന്ന പേരാണ് ഓറോഗ്രാഫിക് റെയിൻഫോൾ. ബാക്കി മഴയെപ്പറ്റി, സംവഹന മഴ, തീരദേശ മഴ, ചക്രവാത മഴ ഡീറ്റെയിൽ ആയിട്ട് ഒരു ക്ലാസ് എടുക്കാം. അതിവിടെ പറയാൻ പോയി കഴിഞ്ഞാൽ ആ ക്ലാസ് മാത്രമായിട്ട് എടുക്കേണ്ട വരും, 1 മണിക്കൂർ. നല്ല സമയമെടുത്ത് പറയേണ്ടതാണ്. എന്തായാലും ഒരു മഴയെപ്പറ്റി നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുവാണ്. ബാക്കിയുള്ളത് ഞാൻ പറഞ്ഞു തരാം. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോകുന്നു. നമ്മുടെ പോയിന്റിൽ നമ്മൾ പോകല്ലേ, മൺസൂണാണ് നമ്മുടെ ഏരിയ. അറബിക്കടലിൽ രൂപം കൊള്ളുന്ന മൺസൂൺ, ഒന്നുകൂടെ പറയാം മറ്റേ ചോദ്യം കേട്ടോ. എന്താണ് മൺസൂണിൽ നിന്ന് ലഭിക്കുന്ന മഴ? എന്ത് മഴയ്ക്ക് ഉദാഹരണമാണ്? ശൈലവൃഷ്ടി അല്ലെങ്കിൽ പർവ്വതവൃഷ്ടിയാണ്. ഇനി മൺസൂൺ കാറ്റുകൾ എന്ത് തരം കാറ്റുകളാണെന്ന് ചോദിക്കാൻ വേണേ കേട്ടോ. അത് കാലികവാദങ്ങളാണ്, തെറ്റിപ്പോകരുതേ. മൺസൂൺ കാറ്റുകൾ എന്ത് തരം കാറ്റുകളാണെന്ന് ചോദിച്ചാൽ കാലികവാദം. ഈ കാലികവാദമായ മൺസൂണിൽ നിന്ന് ലഭിക്കുന്ന മഴ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശൈലവൃഷ്ടി അല്ലെങ്കിൽ പർവ്വതവൃഷ്ടി. ക്ലിയർ ആണോ എല്ലാവർക്കും? വ്യക്തമായെന്ന് വിചാരിക്കുന്നേ. പൊക്കോട്ടെ ഞാൻ അടുത്തേക്ക്. യെസ്, അറബിക്കടലിൽ രൂപം കൊള്ളുന്ന, പഠിച്ചോ, അറബിക്കടലിൽ രൂപം കൊള്ളുന്ന മൺസൂൺ കാറ്റുകൾ എത്ര ശാഖകളായി പിരിയുന്നുണ്ട് എന്നാണ് ചോദ്യം. അറബിക്കടലിൽ രൂപം കൊള്ളുന്ന മൺസൂൺ കാറ്റുകൾ എത്ര ശാഖകളായി പിരിയുന്നു?
2, 3, 4, 5 ഇവിടെ എല്ലാവരും ചാടി കയറി 2 എന്ന് ഉത്തരം എഴുതാൻ ഒരു ചാൻസ് ഉണ്ട്. കാരണം തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ 2 ശാഖകളായി പിരിയും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചാടി കയറി 2 എന്ന് എഴുതാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്നല്ല ചോദിച്ചേക്കുന്നത്. അറബിക്കടലിൽ രൂപം കൊള്ളുന്ന മൺസൂൺ കാറ്റുകൾ, അതായത് അറബിക്കടൽ ശാഖ എത്ര ശാഖകളായിട്ട് പിരിയുന്നുണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത്. മൺസൂണിൻ്റെ അറബിക്കടൽ ബ്രാഞ്ച് എത്ര ശാഖകളായി പിരിയുന്നുണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത്. അതിൻ്റെ ആൻസർ 3 ബ്രാഞ്ചസാണ്. പുസ്തകത്തിൽ അത് 3 ബ്രാഞ്ച് എന്നാണ് കൊടുത്തേക്കുന്നത്. നോക്കാം അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന് 2 ബ്രാഞ്ച് ഉണ്ടെന്ന് ഓർത്തു. ഒന്ന് അറേബ്യൻ ബ്രാഞ്ച്, 2 ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച്. ഇങ്ങനെ 2 ബ്രാഞ്ച് ഉണ്ട്. ആദ്യം അത് പഠിക്കുക. ഈ അറേബ്യൻ ബ്രാഞ്ച് തന്നെ 3 ഉപവിഭാഗങ്ങളായിട്ട് ഉപശാഖകളായിട്ട് പിന്നെയും പിരിയുന്നുണ്ട്. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കിക്കോ, അറേബ്യൻ ബ്രാഞ്ച് വരുന്ന വരവ് കണ്ടോ, ഇങ്ങോട്ട് വരുന്ന ഈ അറേബ്യൻ ബ്രാഞ്ച് ഒരെണ്ണം ഈ നമ്മുടെ പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗത്തേക്ക് പോകുന്നു. അതായത് പശ്ചിമഘട്ടത്താൽ തടയപ്പെട്ട് മഴ ലഭിക്കുന്ന ഒരു ബ്രാഞ്ച്. ഇനി ഇവിടുന്ന് വരുന്ന മറ്റൊരു ബ്രാഞ്ച് നോക്കിക്കോണം, ഈ ഒരു ബ്രാഞ്ച്, അടുത്തൊരു ബ്രാഞ്ച് വിന്ധ്യ സത്പുര നിരകൾക്കിടയിലുള്ള നർമ്മദ താഴ്വരയിലൂടെ പ്രവേശിച്ച് തന്നെ ഈ നർമ്മദ വാലിയിലൂടെ പ്രവേശിച്ച് ഉത്തര മഹാസമുദ്രത്തിലേക്കും പിന്നീട് ഈ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി മേഖലയിലേക്കും പോകുന്നു. മറ്റൊരു ബ്രാഞ്ച് അതെ ഇവിടുന്ന് വരുന്ന മറ്റൊരു ബ്രാഞ്ച് നോക്കിക്കോ, മറ്റൊരു ബ്രാഞ്ച് ഗുജറാത്തിലെ സൗരാഷ്ട്ര മേഖലയിലേക്കും പിന്നെ റാൻ ഓഫ് കച്ച് മേഖലയിലേക്കും രാജസ്ഥാൻ്റെ ഇന്ത്യ കുറച്ച് മൊത്തത്തിലേക്ക് പോകത്തില്ല, ഈ ഒരു പടിഞ്ഞാറ് ഭാഗത്തേക്ക് പ്രവേശിക്കുന്നു. അങ്ങനെ 3 ബ്രാഞ്ചായിട്ട് പിരിയുന്നു. ഒരു ബ്രാഞ്ച് പശ്ചിമഘട്ട മേഖല, രണ്ടാമത്തെ ബ്രാഞ്ച് വിന്ധ്യ സത്പുര നിരകൾക്കിടയിലുള്ള താഴ്വരയിലൂടെ ഉത്തര മഹാസമുദ്രത്തിലേക്കും പിന്നീട് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലേക്കും, മൂന്നാമത്തെ ശാഖ സൗരാഷ്ട്ര കച്ച് മേഖലകളിലേക്ക്, ഗുജറാത്തിലെ കച്ച് മേഖലകളിലേക്ക് പിരിഞ്ഞു പോകുന്നു. ഇതാണ് നമ്മുടെ അറബിക്കടൽ ശാഖയുടെ പ്രത്യേകത. ഈ സമതലത്തിലേക്ക് പോകുന്ന ഈ ബ്രാഞ്ച് കണ്ടോ, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലേക്ക് പോകുന്ന ഈ ബ്രാഞ്ച്, ഇത് ബംഗാൾ ഉൾക്കടൽ ശാഖയുമായിട്ട് കൂടിച്ചേരുന്നുണ്ട്. ബേ ഓഫ് ബംഗാളുമായിട്ട് ഈ ഒരു ശാഖ കൂടിച്ചേരുന്നുണ്ട്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം, ബംഗാൾ ഉൾക്കടൽ മൺസൂൺ ശാഖയുടെ നല്ലൊരു ഭാഗം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് തിരിച്ചുവിടുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന മലനിര. ഹിന്ദുക്കുഷ്, കാരക്കോറം, ആരക്കൻ മലനിരകൾ, ശിവാലിക്ക്. ബംഗാൾ ഉൾക്കടൽ ശാഖയുടെ നല്ലൊരു ഭാഗം ഇന്ത്യയിലേക്ക് തിരിച്ചുവിടുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ആരെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ സി ആണ്, ആരക്കൻ മലനിരകളാണ്. ഓപ്ഷൻ സി ആരക്കൻ മലനിരകൾ. ഇത് കണ്ടോണം. ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് ബംഗാൾ ഉൾക്കടലിലൂടെ പോകുന്ന കാറ്റാണ്. ഇത് ഇതിൻ്റെ ഈ പറഞ്ഞ ഇവിടെ മ്യാൻമറിൻ്റെ ഭാഗത്ത് ആരക്കൻ എന്നറിയപ്പെടുന്ന മലനിരകളുണ്ട്. ഹിമാലയത്തിൻ്റെ മ്യാൻമറിലേക്കുള്ള തുടർച്ച എന്നൊക്കെ രീതി നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ ആരക്കൻ മലനിരകളിൽ ഇടിച്ചിട്ടാണ് ഈ ഒരു രാജ്യവേദം നിങ്ങൾ കണ്ടോ, ഈ ഒരു ഭാഗം കണ്ടോ, ഇത് ഈ ഒരു ഭാഗം ഒന്നുകൂടെ കാണിച്ചു തരാം, ശ്രദ്ധിച്ചോണേ. എന്നിട്ട് ഇത് ബംഗ്ലാദേശ് കണ്ടല്ലോ, ഇത് ബംഗ്ലാദേശ് കണ്ടോ എല്ലാവരും, എന്നിട്ട് ഇത് ബംഗ്ലാദേശ് കണ്ടോ. ആരക്കൻ മലനിരകളിൽ ഇടിച്ച് ഇത് ബംഗ്ലാദേശിൻ്റെ ഭാഗത്തേക്ക് വരും. എന്നിട്ട് 2 ബ്രാഞ്ചായിട്ട് സ്പ്ലിറ്റ് ആവും. ബംഗ്ലാദേശിൽ എത്തിയതിന് ശേഷം 2 ബ്രാഞ്ചായിട്ട് സ്പ്ലിറ്റ് ആവും. ഒരു ഭാഗം പശ്ചിമ ബംഗാളിലൂടെ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നു. ഇത് അറബിക്കടൽ ശാഖയും, ഇത് പഞ്ചാബ് സമതലം വരെ ഇത് പോകുന്നുണ്ട്. ഇത് എവിടെ വരെ പോകുന്നുണ്ട്? പഞ്ചാബ് സമതലം വരെ. ഇത് അറബിക്കടൽ ശാഖയുമായിട്ട് കൂടിച്ചേർന്ന് ഹിമാലയത്തിൻ്റെ ഭാഗത്ത് മഴ നൽകും. ഇതാണ് ഒന്നാമത്തെ ബ്രാഞ്ച്. അപ്പോൾ ബേ ഓഫ് ബംഗാളിൻ്റെ ഒന്നാമത്തെ ബ്രാഞ്ച് പഠിച്ചു. രണ്ടാമത്തെ ബ്രാഞ്ച് ബംഗ്ലാദേശിൽ നിന്ന് ബ്രഹ്മപുത്ര സമതല മേഖലയിലേക്ക് പോകുന്നു. എങ്ങോട്ടേക്ക് പോകുന്നു? ഇത് രണ്ടാമത്തെ ബ്രാഞ്ച് 2 ബ്രഹ്മപുത്രയുടെ ബ്രഹ്മപുത്രയുടെ താഴ്വാരങ്ങളിലേക്ക് സമതല ഭാഗത്തേക്ക് പോകുന്നു. വടക്കിഴക്ക് സംസ്ഥാനത്തൊക്കെ ഇത് മഴ നൽകുന്നു. ഈ രണ്ടാമത്തെ ബ്രാഞ്ച് ആ വടക്കിഴക്ക് സംസ്ഥാനത്തേക്ക് പോകുന്ന വഴിക്കാണ് ആ ബ്രാഞ്ചാണ് മേഘാലയയിലെത്തിയിട്ട്, ഈ ബ്രാഞ്ചാണ് നോക്കിക്കോ, ഈ ബ്രാഞ്ചാണ് മേഘാലയയിലെത്തിയിട്ട് ഖാസി ഗാരോ, ഇവിടെ ഖാസി ഗാരോ ജയന്തിയ കുന്നുകളുണ്ട്, അതിലിടിച്ചിട്ട് മഴ നൽകുന്നത്. അതിലെ ഖാസി കുന്നുകൾക്ക് താഴ്വരയിലുള്ള മൗസിൻറാമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്നത്. അതിന് താഴെയുള്ള ചിറാപുഞ്ചിയാണ് 2ാം സ്ഥാനം. +1 പുസ്തകത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്നത് മൗസിൻറാമാണെന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. പലരെങ്കിലും ചോദിച്ചിട്ടുണ്ട് 10ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ ചിറാപുഞ്ചി നല്ല കിടക്കുന്നതെന്ന്. +1 പുസ്തകത്തിൽ കിടക്കുന്നത് കൃത്യമായിട്ട് മൗസിൻറാം എന്നാണ് കേട്ടോ. അതിന് കൃത്യമായ തെളിവ് പുസ്തകത്തിലുണ്ട്. അപ്പോൾ 2 ബ്രാഞ്ചായിട്ടാണ് ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് തിരിയുന്നത്. ഒന്ന് ബംഗ്ലാദേശിലെത്തി ഒരു ബ്രാഞ്ച് പശ്ചിമ ബംഗാൾ വഴി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നു. രണ്ടാമത്തെ ബ്രാഞ്ച് ഇന്ത്യയുടെ വടക്കിഴക്ക് സംസ്ഥാനങ്ങളിലേക്ക്, ബ്രഹ്മപുത്ര താഴ്വരയിലൂടെ വടക്കിഴക്ക് സംസ്ഥാനങ്ങളിലേക്ക് എല്ലാം വ്യാപിക്കുന്നു. അതിൽ നിന്നാണ് മൗസിൻറാം, ചിറാപുഞ്ചി എന്ന സ്ഥലങ്ങളിലൊക്കെ മഴ കിട്ടുന്നത്. അപ്പോൾ ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് ആർക്ക് പ്രയോജനം ചെയ്യുന്നു നിങ്ങൾ കണ്ടോ? ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് ആർക്ക് പ്രയോജനം ചെയ്യുന്നു കണ്ടോ? ഈ ഒരു ഭാഗത്തിനൊക്കെയാണ് ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് പ്രയോജനം ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? നമ്മൾ ഇതുവരെ പഠിച്ചത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെ പറ്റിയാണ്. ഞാൻ പറഞ്ഞായിരുന്നില്ല മൺസൂണിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ കൂടെ പഠിക്കാനുണ്ടെന്ന്. അത് വടക്കിഴക്കൻ മൺസൂണിനെ സംബന്ധിക്കുന്നതാണ്. തമിഴ്നാട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നീണ്ടു നിൽക്കുന്ന വടക്ക് കിഴക്കൻ മൺസൂണിനെ പറ്റിയാണ്
വരുന്ന ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ബേസ് ലെവൽ ക്ലാസ് അല്ല, അങ്ങനെ കരുതരുത്. അത്യാവശ്യം സീരിയസ് ലെവൽ, കുറച്ച് അഡ്വാൻസ്ഡ് ലെവൽ ഒരു ക്ലാസ്സാണ് ഈ NCERT സീരീസ്. ഇവിടെ ഞാൻ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഇന്ത്യയിലുണ്ടാകുന്ന സമയം ജൂൺ തൊട്ട് സെപ്റ്റംബർ അങ്ങനെയുള്ള കാര്യങ്ങൾ അതും ബേസ് പോയിൻ്റാണ്. പിന്നെ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ ആഗമന കാലം എന്ന് വിളിക്കുന്നു. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിലും അതുപോലെ എവിടെയൊക്കെ ഏതൊക്കെ ഭാഗങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ള കാര്യങ്ങൾ, അങ്ങനെ ഏറ്റവും ബേസ് ലെവലുള്ള കാര്യങ്ങളൊന്നും ഞാനിവിടെ പറഞ്ഞു പോയിട്ടില്ല. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ 2 ശാഖകളുണ്ട്. അതിന് അറേബ്യൻ സീ ബ്രാഞ്ചും ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ചും. അറേബ്യൻ സീ ബ്രാഞ്ച് 3 ശാഖകളായിട്ട് പിന്നെയും പിരിയുന്നുണ്ട്. ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് ബംഗ്ലാദേശിൽ വെച്ച് ആരക്കൻ കുന്നുകളിൽ ഇടിച്ച് തിരിച്ചു വന്ന് 2 ശാഖകളായിട്ട് പിരിയുന്നുണ്ട്. അങ്ങനെയുള്ള ആ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഞാൻ തന്നത്. അപ്പോൾ ഒരിക്കലും ഒരു ബേസ് പോയിൻറ്റ്സ് ഇവിടെ കിട്ടും എന്ന് വിചാരിച്ച് നിങ്ങൾ ആരും വരരുത്. അങ്ങനെയാണെങ്കിൽ ബേസ് ലെവൽ ക്ലാസ്സുകൾ ഞാൻ ഓൾറെഡി വേറെ ഒത്തിരി എടുത്തിട്ടുണ്ട്. ഇത് കുറച്ചും കൂടെ NCERT +1 +2 ബുക്കിനകത്തുള്ള അഡ്വാൻസ്ഡ് ലെവൽ കണ്ടൻറ്റുകളാണ് ഇവിടെ തരുന്നത്. നിങ്ങളിത് നന്നായിട്ട് കണ്ടെങ്കിലേ ഇതൊക്കെ ചെയ്യാനുള്ളൊരു ആശയം, അല്ലെങ്കിൽ ഇത് പഠിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയാലേ ഇത് വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ഒരു ആർജവം, ഒരു ഊർജ്ജം എനിക്ക് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നല്ലതും ചീത്തയുമായിട്ടുള്ള അഭിപ്രായങ്ങൾ അതിനകത്ത് കൊടുക്കാം. ഒന്നും നമ്മൾ പരിഗണിക്കാതിരിക്കത്തില്ല. എല്ലാം വായിക്കും, എല്ലാം ഞാൻ വായിക്കും, കൃത്യമായിട്ട് വായിക്കും. നിങ്ങൾക്ക് വേണ്ട റിപ്ലൈ ഞാൻ തരുന്നുണ്ട്. തിരുത്തേണ്ടത് ഞാൻ തിരുത്തി തന്നെ പോവും. എന്തെങ്കിലും നന്നാക്കാനുണ്ടെങ്കിൽ അതും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് ക്ലാസ്സിന് താഴെ ഇടാനായിട്ട് ശ്രമിക്കുക. നമുക്ക് മറ്റൊരു പാർട്ട്, ഇതിൻ്റെ ഈ ഒരു പുസ്തകത്തിൻ്റെ 4ാമത്തെ പാർട്ടിലേക്ക് അടുത്ത ക്ലാസ്സിൽ പോകാം. അതിൽ ഞാൻ സ്വാഭാവിക സസ്യപ്രകൃതി, മണ്ണ് തുടങ്ങിയ കാര്യങ്ങൾ എടുക്കും. കാലാവസ്ഥയുടെ വടക്ക് കിഴക്കൻ മൺസൂണിനെ പറ്റി എടുക്കും. അങ്ങനെ +1 ഭൗതിക ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന പാഠം ഞാൻ കംപ്ലീറ്റ് ആക്കും. ഓക്കെ, ഇന്ത്യ ഭൗതിക പരിസ്ഥിതി എന്ന് പറഞ്ഞൊരു പാഠമില്ലേ, അത് ഞാൻ കംപ്ലീറ്റ് ആക്കും. ഒരു പാർട്ടോടെ ഇനി അതേന്ന് എടുക്കാനുള്ളൂ, അതും കൂടെ എടുത്ത് ഞാൻ കംപ്ലീറ്റ് ആക്കും. അടുത്തത് സാമ്പത്തിക ഭൂമിശാസ്ത്രം ഉണ്ടല്ലോ, കൃഷി, ധാതുക്കൾ, വ്യവസായം, അങ്ങനെ ആ +2 ബുക്ക് 3 പാർട്ടുകളായിട്ട് അല്ലെങ്കിൽ 4 പാർട്ടുകളായിട്ട്, മാക്സിമം 3 അല്ല 4 പാർട്ടായിട്ട് +2 ബുക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെ ഇന്ത്യൻ ജോഗ്രഫി തീരും. പിന്നീട് വേൾഡ് ജോഗ്രഫിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഓക്കെ, നിങ്ങളുടെ എക്സാമിന് മുമ്പ് ഈ സീരീസ് കണ്ടിന്യൂ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം, പ്രാർത്ഥന. അത് നടക്കട്ടെ എന്ന് വിചാരിക്കുന്നു, നടക്കണം. അപ്പോൾ നിങ്ങളുടെ സഹകരണം തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.